ഇത് ക്ലർക്കിന് കൊടുത്തവിടെ. ആ എന്താ സാർ? എല്ലാ പോക്കറ്റടിക്കാരുടെയും മോഷ്ടാക്കളുടെ ലിസ്റ്റ് ഇന്ന് തന്നെ കിട്ടണം. പുറത്തെടുക്കുന്നവന് മാത്രം മതിയോ? മതിയടോ, ലിസ്റ്റ് ഉടനെ കിട്ടണം. കിട്ടുന്നവനൊക്കെ പൊക്കുകയും വേണം. ഇവിടെ അടുത്തൊരുത്തനുണ്ട്, അവനായിട്ട് ആദ്യത്തെ കൈനീട്ടം. ആരത്? സാറ് പരിചയപ്പെട്ടിട്ടില്ല, പലചരക്ക് ചാണ്ടി. കടച്ചേട്ടാ, 50 ഗ്രാം മുട്ടയും 2 കടുകും. എന്താ പറഞ്ഞത്? അയ്യോ സോറി കടച്ചേട്ടാ, 50 ഗ്രാം കടുകും 2 മുട്ടയും. നാക്കുളിക്കതാ. പിന്നെ മുട്ട താറാവന്നെ വേണേ, കോഴി വേണ്ട, അല്ലെ രാവിലെ തന്നെ മസിൽ പിടിക്കുന്നത്. 2 രാധാ സോപ്പേ. ഇന്ന് ഇത്രയും മതി, ധാരാളായി. ഇനി നാളത്തേക്ക് മതി. 19.95. ഇതെന്താ ബാറ്റ ചെരുപ്പിന്റെ വില പോലെയുള്ള ചേട്ടാ? ചേട്ടൻ എന്താ ബാറ്റ കമ്പനി റിട്ടയർഡ് ചെയ്ത് വന്നാ? അല്ല, കരോണ. ചുമ്മാതല്ല, വില കേട്ടപ്പോ കണ്ണീന്ന് വെള്ളം വന്നത്. ആട്ടെ, ചേട്ടന് തേങ്ങ വേണോ? തേങ്ങ വേണോ ഞാനാണോ തീരുമാനിക്കുന്നത്? അയ്യോ ചേട്ടൻ തെറ്റിദ്ധരിക്കണ്ട, ചേട്ടന് തേങ്ങ അങ്ങോട്ട് വേണോന്ന് ചോദിച്ചാ. എവിടെ നോക്കട്ടെ. നനവില്ലാത്ത വെള്ളം കുറവാ. കണ്ട, ഇത് ഞാൻ രാവിലെ ഒരു ബാർബറെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാ. ക്ലീൻ ഷേവാ. എത്ര രൂപ വേണം? അയ്യോ ഞാൻ വില പറയത്തില്ല ചേട്ടൻ, ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. ചേട്ടന്റെ സാധനം ചേട്ടൻ തരുന്ന വില 5 രൂപയോ? ചേട്ടാ ഈ നോട്ട് മുഴുവൻ ഓട്ടമുള്ള ചേട്ടാ. ഈ ലോകത്ത് ഓട്ടമില്ലാത്ത എന്താ ഉള്ളേ? ഉണ്ടല്ലോ. എന്ത്? പപ്പടം. കണ്ട, ആ ചന്ദ്രത്തിന് എന്താ വില? അത് 4.50. 2.5 വീട്ടിൽ കത്തിച്ചേട്ടാ. ചാണ്ടി വണ്ടി കയറി സ്റ്റേഷൻ വരെ ഒന്ന് പോണം. പുതിയ SIക്ക് എന്നെ ഒന്ന് കാണണമെന്ന്. പുതിയ SI ചാർജ് എടുത്തെന്ന് ഞാൻ കേട്ടു. പരിചയപ്പെടാൻ വിളിക്കാത്ത എന്താന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. സംസാരിച്ചിരിക്കാൻ സമയമല്ല, വേഗം വണ്ടി കയറി. എല്ലാ കള്ളന്മാരും പിടിച്ചടിക്കാരും പൊക്കണെന്നാണ് ഓർഡർ. പീരു സാർ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഇത്തിക്കര തങ്കുവിനെ പൊക്കി തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഈ സാധനം എന്റെ വീട്ടിൽ കൊടുത്ത് ഇതേ സ്പോട്ടിൽ വന്നോളാം. തങ്കു വീട്ടിൽ കാണോ? പിന്നെ തങ്കുടെ പകല് മുഴുവൻ റെസ്റ്റ് അല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, ഇത് വീട്ടിൽ കൊടുത്തേച്ച് വേഗം വാ. ശരി ഞാൻ പോയരാ. സാറേ വേണ്ടില്ലായിരുന്നു. വിഴിങ്ങിയ പെരുമ്പാമ്പ് കിടക്കുന്ന പോലെ കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഫസ്റ്റ് എനിക്കെന്നും പറഞ്ഞ എവിടെ വെച്ചിരുന്നു ഈ തസ്കരനെ? അതെ എണീക്കാൻ, ഇങ്ങോട്ട് എണീക്കാൻ. ഇങ്ങോട്ട് എണീക്കാൻ. സൗണ്ട് നേരെ ഇരുട്ടിയോ? ഇവിടെ കയറണമെന്നാ പറഞ്ഞിരുന്നേ. ഇരുട്ടിയിട്ടൊന്നുമില്ല, ഇന്ന് കയറ്റം നടക്കുമെന്ന് തോന്നുന്നുമില്ല. എന്താ ഇന്ന് ശിവരാത്രിയാണോ? നാട്ടുകാർക്ക് ആർക്കും ഉറക്കമൊന്നുമില്ലേ? അതല്ലെന്ന് പോലീസുകാരൻ പീരി മുഹമ്മദ് വന്ന് നിപ്പോണ്ട്. എന്താ അവനെ പിരിച്ചു വിട്ടോ? ഇവിടെ പണിയൊന്നുമില്ലെന്ന് പറയണേ. നല്ല മനുഷ്യ, നിങ്ങളെ തപ്പാൻ അയാൾ വന്ന് നിൽക്കുന്നതെന്ന്. എന്നെ തപ്പാനോ? ഇങ്ങോട്ട് പറയില്ലേ, നീ ഇവിടെ തന്നെ നിന്നോ, കണ്ടാ നിന്റെ തപ്പും പോലീസുകാർ. എന്റെ ഇത്തിക്കരപ്പക്കി അമ്മാവാ, ഒരു കാരണവരെ എല്ലാ മണിയെയും ഒരുപോലെ കാണുന്നവനാണല്ലോ അങ്ങ്. കഷ്ടപ്പെട്ട് ഉറക്കളച്ച് പൂട്ടുകുത്തി തുറന്ന് ഞാൻ ഉണ്ടാക്കിയ ബ്ലാക്ക് മണിക്ക് ഒരു കുഴപ്പവും വരുത്തരുതേ. നീ ആ ജാമ്യം ലൂക്കോസ് വക്കീലിനെ കണ്ട് കുറച്ച് മുൻകൂർ ജാമ്യം എടുത്ത് വെച്ചേരെ, ഒരു സേഫ്റ്റിക്ക് ഇരിക്കട്ടെ. അയ്യോ നമുക്കൊക്കെ നമുക്കേ തരൂ. ഈ വകുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതന്നെ നമുക്ക് വേണ്ടിയാണ്. നീ ഒറ്റയ്ക്ക് ആ വക്കീലിന് മുമ്പിൽ ചെന്ന് പെടണ്ട. നമ്മുടെ ആര്യമ മോനെ കൂടെ കൂട്ടിക്കോ. മോനെ, ലുട്ടാപ്പി മോനെ. അവൻ പുട്ട് തട്ടുവാ. അത് അച്ഛൻ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോ കൊണ്ടുവരും മക്കളെ. അയ്യോ മോനെ, സ്റ്റേഷനിൽ കൊഴുക്കട്ട കിട്ടില്ല, അത് ജയിലിലേ കിട്ടൂ. മോൻ അച്ഛനെ പോലെ തൊഴിലി കേമനായാൽ ഈ വയറ് നിറച്ച് തിന്നാം. തൽക്കാലം മോൻ അമ്മച്ചിയുടെ കൂടെ വക്കീലിന്റെ അടുത്തേക്ക് പോകും. ഇത് തിന്നിട്ട് പോരെ, മക്കൾ കഴിച്ചു കഴിഞ്ഞാൽ അമ്മച്ചി റെഡി ആവത്തുള്ളൂ. അമ്മച്ചി വരുന്ന 2 മണിക്കൂർ എടുക്കും. ഞാൻ ഒരു കുറ്റിപ്പുട്ടും കൂടെ തിന്നട്ടെ. ഇനി വന്നിട്ട് ചെലുത്താം മോനെ. അമ്മച്ചി ഇനി പ്രത്യേകം നോക്കണേ. അമ്മച്ചി നോക്കാൻ വലിയ ആളുകളുണ്ട്, എന്നെ നോക്കാൻ മാത്രം ആരുമില്ല. തങ്കു, നീ ഇങ്ങോട്ട് ഇറങ്ങണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? പോയില്ലേ?
എന്റെ പൊന്ന് തങ്കി റെഡ് ഓക്സൈഡ് വാരി പുരട്ടി സമയം കളയല്ലേ. താമസിച്ചെന്ന മുൻകൂർ ജാമ്യം തീർന്നു പോവും. എന്തിനാ മനുഷ്യ ഇതെല്ലാം മാരി വലിച്ചിടുന്നത്? ആ സ്റ്റേഷനിലോട്ട് ചെല്ലും എന്തായാലും അവന്മാര് കഴിപ്പിക്കുവേ. ഏതായാലും എടുത്തു പോയില്ലേ, ഇടാ. അതെ, പോലീസുകാർ കയറി ഇറങ്ങുന്ന വീടാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാറൊന്ന് വേഗം ചെല്ലു മനുഷ്യ. അയ്യോ പിന്നെ നിക്ക്, ചത്ത് തലയ്ക്ക് മേലെ നിൽക്കുന്ന നമ്മുടെ എല്ലാ പിതൃ കള്ളന്മാരുടെ അസ്ഥിത്തറയിൽ ഒന്ന് നമസ്കരിച്ചിട്ട് പോണേ. അസ്ഥി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർമ്മിച്ചത്. പുതിയ ഇൻസ്പെക്ടറാണ്. എന്റെ അസ്ഥി ഇളക്കാതിരിക്കാൻ നീ പ്രാർത്ഥിക്കണേ. ചെരുപ്പിടണോ അതോ ഷൂസ് ഇടണോ? അയ്യേ, ഈ തല്ലിപ്പൊളി സ്റ്റേഷനിൽ ഇത് തന്നെ ധാരാളം. കോടതിയിൽ ഹാജരാക്കുമ്പോ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നോക്കാല്ലേ ഡീപ്പായിട്ട് പോകേ. കൊള്ളാം. ഓൾ ദ ബെസ്റ്റ്. എടാ ചാണ്ടി, എടാ നീ ഒന്ന് പറയാതെ പോവാണോ? അമ്മ ഞാൻ ലേല സിനിമയിലെ 4 ഡയലോഗ് പറയട്ടെ. പോകാതിരുന്നാൽ എങ്ങനെയാ? ഒരു കളന് അത്യാവശ്യം വേണ്ടത് സത്യസന്ധതയാ. ഞാൻ പീരു സാറിനോട് തിരിച്ചല്ലാന്ന് വാക്ക് കൊടുത്തിട്ട് വന്നേ. അതല്ലടാ കഴുതേ ഞാൻ പറഞ്ഞത്. എടാ നിനക്ക് കുറച്ച് ദിവസം അകത്ത് കഴിയേണ്ടി വന്നാ ഞാനിവിടെ എന്തോ ചെയ്യും? ഇന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ അയലോക്കത്തുനിന്ന് കടം മേടിച്ച് തിരിച്ചു കൊടുക്കാൻ തികയില്ല. ഇതാ ഞാൻ പറയുന്നത്, മോഷ്ടിക്കുമ്പോ ഒരാഴ്ചത്തേക്കുള്ളതെങ്കിലും മോഷ്ടിക്കാൻ. അമ്മയ്ക്ക് എന്നോട് എന്തും പറയാം, പക്ഷെ വിവരക്കേട് മാത്രം പറയരുത്. കർത്താവ് എന്തെന്ന് പറഞ്ഞിരിക്കണേ? കർത്താവ് പറഞ്ഞിരിക്കുന്നതേ ഇനി സാധനങ്ങളൊന്നും കടം തരില്ലാന്ന്. അത് വിവരമില്ലാത്ത കടക്കാരൻ കർത്താവ്. ഇത് സാക്ഷാൽ ദൈവം കർത്താവ് എന്തെന്ന് പറഞ്ഞിരിക്കണേ? ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കള്ളപ്പുരയിൽ സൂക്ഷിക്കുന്നില്ല. പറവകൾ മാത്രമല്ല, ഇപ്പൊ ഇവിടുത്തെ മനുഷ്യരും അങ്ങനെ തന്നെ. വിതയ്ക്കൊന്നുമില്ല, കൊയ്യൊന്നുമില്ല, ഇപ്പൊ എല്ലാം വെട്ടി നിരത്തുകയല്ലേ. പിന്നെ എന്തോ എടുത്തിട്ട് കളപ്പുരയിൽ സൂക്ഷിക്കാനാ? ഇതേ വചനം തന്നെ ഞാനും ഫോളോ ചെയ്യുന്നത്. അമ്മേ, ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. അന്നാന്നത്തേക്കുള്ള ഉണ്ടാക്കാന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അമ്മച്ചി കൂടുതൽ ഉണ്ടാക്കിയാലേ എനിക്ക് ഉണ്ടാവും പോണ കൊച്ചിന് ചന്തി ഉണ്ടാവില്ല. നാളത്തേക്ക് സമ്പാദിച്ചു വെക്കാൻ ഞാൻ എന്താ വല്ല ഇന്ദിരാവാസ് പത്രോ? എടാ നിന്റെ പെങ്ങള് ടൈപ്പ് കഴിഞ്ഞ് വരുമ്പോ ഞാൻ എന്താ പറയാ? ഇല്ലാത്ത കുറ്റം ചുമത്തി വല്ല സെൻട്രൽ ജയിലിലോ സബ് ജയിലിൽ അടച്ചാ അവളോട് പറയാ എന്നെ വന്ന് കാണാൻ വരരുന്നു. അതെന്താ? അവിടെ അടുത്താണ് പെൺവാണിഭ കേസിലെ മുൻ മന്ത്രിയുടെ വീട്. അമ്മയ്ക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബ വക്കീലൊന്ന് വിവരം അറിയിക്കട്ടാ. ഞാൻ വരെ ചക്കരമ. ഈ ചോദ്യത്തിന് താങ്കൾ ശരിയുത്തരം നൽകുകയാണെങ്കിൽ 50 ലക്ഷം രൂപ സമ്മാനമായി ലഭിക്കും. ഗുഡ് ലക്ക് ജയകൃഷ്ണൻ. ജയകൃഷ്ണൻ ക്രിക്കറ്റ് കളി കാണാറുണ്ട്? ഇല്ല. ക്രിക്കറ്റിൽ താല്പര്യമേ ഇല്ല? ഇല്ല. ക്രിക്കറ്റിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് അടുത്തത്. ചോദ്യം: ഏത് ഇംഗ്ലീഷ് ക്രിക്കറ്റ് കളിക്കാരനാണ് 2ാം ലോകമഹായുദ്ധത്തിൽ ഒരു മേജറായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്? എ. വാലി ഹാമൺ, ബി. ആർതർട്ടൺ, സി. ഹെർബർട്ട് സട്ക്ലിഫി, ഡി. ബ്രാഡ്മാൻ. ലൈഫ് ലൈനിൽ ഫോണെ ഫ്രണ്ടും 50-50 ബാക്കിയുണ്ട്. ഏതെങ്കിലും ഒരു സുഹൃത്തിനോട് താങ്കൾക്ക് ഈ ഉത്തരം ഫോണിലൂടെ ചോദിക്കാം. അല്ലെങ്കിൽ 50-50 ഉപയോഗിച്ച് തെറ്റായ 2 ഉത്തരങ്ങൾ ഇതിൽ നിന്നും മായ്ച്ചു കളയാം. യു ക്യാൻ ഡിസൈഡ്. 50-50. കമ്പ്യൂട്ടർ, ജയകൃഷ്ണൻ ആവശ്യപ്പെട്ടതനുസരിച്ച് 50-50യിലൂടെ 2 തെറ്റുത്തരങ്ങൾ മായ്ച്ചു കളയാം. തെറ്റായ 2 ഉത്തരങ്ങൾ മാഞ്ഞു പോയിരിക്കുക. ഇവരിൽ ആരാണ് 2ാം ലോക മഹായുദ്ധ സമയത്ത് മേജറായി സേവനമനുഷ്ഠിച്ച ക്രിക്കറ്റർ? ശരിയുത്തരമാണെങ്കിൽ 50 ലക്ഷം, പിന്മാറിയാൽ 25 ലക്ഷം, തെറ്റിപ്പോയാൽ വെറും 2 ലക്ഷം. ജയകൃഷ്ണൻ ശരിക്കും ആലോചിച്ചൊരു തീരുമാനമെടുത്താൽ മതി. സി. ഹെർബർട്ട് സട്ക്ലിഫി. സി. ഹെർബർട്ട് സട്ക്ലിഫിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പിന്മാറുന്നില്ല? ഇല്ല. ഉറച്ച തീരുമാനമാണ്? അതെ. കമ്പ്യൂട്ടറോട് പറയാമോ? പറയാം. കമ്പ്യൂട്ടർ ട്രിഗർ സി. ഹെർബർട്ട് സട്ക്ലിഫി.
ഈ ഉത്തരം ശരിയാണെന്ന് ജയകൃഷ്ണൻ എത്ര ശതമാനം വിശ്വസിക്കുന്നു? 100%. ക്രിക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്ക് എങ്ങനെ 100% ഉറപ്പിച്ചു പറയാൻ കഴിയും? എനിക്ക് ഉറപ്പാ, ദൈവം എന്നെ കൈവിടില്ല. മിസ്റ്റർ ജയകൃഷ്ണൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. You have won 50 lakhs, Jayakishan. Congratulations. Well done. ജയകൃഷ്ണന്റെയും രാധികയുടെയും ജീവിതത്തിനും ജയിലിനും ഇടയ്ക്ക് ഒരേ ഒരു ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ ചോദ്യത്തിനും കൂടി ജയകൃഷ്ണൻ ശരി ഉത്തരം നൽകുകയാണെങ്കിൽ യു വിൽ വിൻ 1 crore rupees. All the best, ജയകൃഷ്ണൻ. ചോദ്യം: ഇന്ത്യയിലെ ഏത് ചരിത്ര സ്മാരകത്തിനാണ് ഏറ്റവും കൂടുതൽ ഉയരമുള്ളത്? എ ചാർമിനാർ, ബി റെഡ് ഫോർട്ട്, സി താജ്മഹൽ, ഡി കുത്തബ് മിനാർ. കുത്തബ് മിനാർ അല്ലേ സാർ? അതേടാ. ഫോൺ എ ഫ്രണ്ട് ഇപ്പോഴും ഉപയോഗിച്ചിട്ടില്ല. ജയകൃഷ്ണൻ വിശ്വാസമുള്ള ഒരാളിനോട് ഫോണിലൂടെ അഡ്വൈസ് ചോദിക്കും. എനിക്ക് വിശ്വാസമുള്ള ഒരാളുണ്ട്, അയാളോട് എനിക്ക് ചോദിക്കണം. ഹലോ, ഹലോ, ഇത് കോടിപതി പ്രോഗ്രാമിൽ നിന്നും മുകേഷാണ് സംസാരിക്കുന്നത്. പ്രോഗ്രാം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. ഹലോ, ഹലോ, ഫോണൊന്ന് ഹരിനാരായണന് കൊടുക്കൂ. ഹലോ ഹരിനാരായണ, എല്ലാം നീ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയാം. തുടക്കം മുതലേ ഞാൻ പറഞ്ഞത് മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്, എന്റെ ആത്മാവിൽ തൊട്ട സത്യങ്ങളാണ്. നിനക്ക് ഞാൻ ഈ പറയുന്നതൊക്കെ വിശ്വാസമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ശരി ഉത്തരം നീ എനിക്ക് പറഞ്ഞു തരണം. നീ പറയുന്നത് ഏത് ഉത്തരമായാലും അതേ ഞാനിവിടെ സമ്മതിക്കും. നിനക്ക് എപ്പോഴും വിശ്വാസമായിട്ടില്ലെങ്കിൽ എന്റെ രാധിക നീ പുറത്തു വരണ്ട. അവള് ജയിലിൽ തന്നെ കിടന്നോട്ടെ. അവളെ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ നീ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. അതല്ല, നിന്നെ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ച് ഈ ഞാൻ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് ഇതിന് ഉത്തരം? പ്ലീസ്. സി താജ്മഹൽ. ജയകൃഷ്ണൻ എന്ത് തീരുമാനിച്ചു? സി താജ്മഹൽ. അഡ്വൈസർ പറഞ്ഞനുസരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. യെസ്. കമ്പ്യൂട്ടറിനോട് പറഞ്ഞോളൂ സർ. കമ്പ്യൂട്ടർ ട്രിഗർ സി താജ്മഹൽ. ചതിച്ചടാ, ഹരിനാരായണൻ ചതിച്ചു.
താൻ അവനെ ചതിച്ചോ? ജയകൃഷ്ണ, ജയകൃഷ്ണൻ പറഞ്ഞ ഉത്തരം ജയകൃഷ്ണൻ പറഞ്ഞ താജ്മഹലിന്റെ ഉയരം 243 അടിയാണ്. കുത്തബ് മിനാറിന്റെ ഉയരം താജ്മഹലിനേക്കാൾ 5 അടി കുറവാണ്. ജയകൃഷ്ണൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും ആത്മവിശ്വാസം കൈവടിയാതെ ആത്മധൈര്യത്തോട് പൊരുതുന്ന മലയാളിയുടെ വിജയമാണിത്. ജയകൃഷ്ണന്റെ വിജയമാണിത്. കോടിപതിയുടെ വിജയമാണിത്. ഒന്നാൻ സൂര്യയുടെ വിജയമാണിത്. കറക്റ്റാ, കറക്റ്റാ. നെഞ്ചത്തി കയറിയല്ലേ? ആ തോട്ടിയും വടയും താഴെ വെച്ചിട്ടൊന്നും മെയ്യാനെങ്കിൽ ചെയ്യടോ കുഞ്ഞിരാമ. എണ്ണം തെറ്റരുത്. ഇനി ബാക്കിയുള്ളത് ഊണ് കഴിഞ്ഞിട്ട് ചെയ്താ പോരെ? വേഗം വണ്ടി ഒഴിവാക്കി കൊടുക്ക്. ഇങ്ങോട്ട് ഇടോ തോമസ്. ജോസൂട്ടിയെ, എന്തായി? അവിടെ നിന്ന് ഇവിടെ വരെ ഒരു വണ്ടി നാളികേരം കൊണ്ടുവരാൻ എത്ര സമയം എടുക്കണേ? വേഗം വേണം, പറഞ്ഞ കേട്ടോ. ആ കൃഷ്ണൻകുട്ടിയെ സൂക്ഷിച്ചോണം. കണ്ണ് തെറ്റിയാ കൃഷ്ണമണി കൊണ്ടുപോണ ജാതിയാ. 10 നാളികേരം മാറിയാ കാശ് എത്ര പോണേന്നറിയോ? ഇതിപ്പോ ഏതാണ്ട് പട്ടിണി ഇരുന്നു ചക്കക്കൂട്ടം കിട്ടിയ പോലെ ഉണ്ട്. എന്താ കുഞ്ഞിരാമൻ നായർ പറയണേ? അല്ല, ഇനി ഇങ്ങനത്തെ ഉണ്ടോന്ന് ചോദിച്ചതാ. നാളികേരത്തിന്റെ കാര്യം ഇങ്ങനത്തെ ഉണ്ടോ? പിന്നെ വണ്ടി വെക്കോട്ടെ. ഇന്ന് ഉച്ചയൂണിന് മുമ്പ് നാളികേരം മുഴുവൻ എന്റെ മുറ്റത്തെത്തണം. വേഗം പോയിട്ട് വന്നോളൂ കേട്ടോ. ധാരാ വന്നെന്ന് നോക്കിയേ. വാ വാ. ഇന്ന് തെങ്ങേറ്റാ കൂട്ടിക്കൊണ്ടോ. ഇന്ന് ഊണ് കഴിച്ചിട്ട് പോയാ മതി കേട്ടോ. വൈകുന്നേരത്തെ കാപ്പിയും കഴിഞ്ഞേ പോണുള്ളൂ. അത് മതി. ഇടുക്കിക്കുട്ടി എന്നെ പിന്നെ കഷത്തിലേറ്റിയോ? കൂട്ടിയിടോ. എന്റെ വയനല്ലോ പിന്നെ തന്നെ ഇരിക്കണേ. പണിക്കരെ എന്താണാവോ? എന്താ ഇവിടെ ഇരിക്കണേ ചോദിച്ചാ? അത്രേ ഉള്ളു. കാറ്റ് കൊള്ളാനിരിക്കുക. നമസ്കാരമുണ്ട്. നടക്കാനിറങ്ങിയതാവും. അതെ, ഞാനും നടക്കണോന്ന് വിചാരിച്ചിറങ്ങിയതാ. ഈ ആണിക്കാലം വെച്ചോണ്ടോ? ഞാനൊരു തമാശ പറഞ്ഞത് മനസ്സിലായി. എന്താ നാളെ? പണിക്കരക്ക് ഗണിച്ചു പറയാമോ? പരീക്ഷിക്ക. ആയിക്കോട്ടെ. ഒരു സംഖ്യ പറഞ്ഞേ. 69. 6, 9. 6, 9, 15. അഥവാ ഇകാരാന്ത്യം. ഇതിനുള്ളിൽ ഒരു നാളാണ്. ആയിലും അമ്മിലും ഈലും അല്ലാതെ അവസാനിക്കുന്ന ഒരു നാള് പറയാമോ? ഉണ്ടല്ലോ. അത്തമു. എന്താ പുതിയ നക്ഷത്രമാണോ? അത്തത്തിന്റെ തെലുങ്കാണ് അത്തമു. വേലയൊന്നും എന്നോട് വേണ്ട. അപ്പൊ ഇതെല്ലാം പഠിച്ചിട്ട് ഇറങ്ങി തിരിച്ചിരിക്കണല്ലേ? എന്റെ ഒരു കാരണവരെ ജ്യോത്സ്യനായിരുന്നു. ഞാനും കുറെയൊക്കെ ബെഡായി പഠിച്ചിട്ടുണ്ട്. അപ്പോ ഈ ജ്യോത്സ്യമൊക്കെ വെറും ബെഡായി എന്നാണ് അഭിപ്രായം അല്ലേ? പണിക്കർക്ക് എന്ത് തോന്നുന്നു? അതൊരു കുഴപ്പിക്കുന്ന ചോദ്യാണല്ലോ. സത്യം പറഞ്ഞു, ഞാൻ ആരോടും പറയില്ല.
മുഴുവൻ അങ്ങട്ട് ശരിയല്ല, എന്നാ തെറ്റുമല്ല. എന്താ സാറിന്റെ അഭിപ്രായം? ശരിക്കു പഠിച്ചാൽ 50% വരെ ശരിയാക്കാം. ബാക്കി 50% മായാണല്ലോ. അതിപ്പോ എന്തിലുണ്ടല്ലോ, പെട്രോളിലായാലും ചായയിലായാലും ആശുപത്രി മരുന്നിലായാലും 50% മായാണല്ലോ. നല്ല ന്യായം പണിക്കരെ. നക്ഷത്രങ്ങളുടെ സ്വാധീന ശക്തി ഒരു യാഥാർത്ഥ്യം. പക്ഷേ അതിനെക്കുറിച്ചുള്ള ശാസ്ത്രത്തിന്റെ പേര് അസ്ട്രോണമി എന്നാണ്, അസ്ട്രോളജി എന്നല്ല. അതെ. പഠിച്ചവർ എത്ര പേരുണ്ട്? അത് ശരി, എന്നെ പോലെ പാരമ്പര്യമായിട്ട് പഠിച്ചവർ. പണിക്കര് ഇതുവരെ പഠിച്ചു? 3ാം തരം. തോറ്റോ ജയിച്ചോ? അല്ല, 2 ജയിച്ചു. അപ്പോ 3 തോറ്റു എന്നർത്ഥം. വലിയ വലിയ ഗണിത ശാസ്ത്രജ്ഞന്മാർക്ക് പോലും പഠിക്കാൻ വിഷമമുള്ളതാണ് ജ്യോതിഷശാസ്ത്രം. അവിടെയാണ് പണിക്കരെന്ന 2ാം ക്ലാസ്സുകാരൻ ആണിക്കാലുമായി നിൽക്കുന്നത്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. എനിക്ക് അയ്യോ, മൂന്നാളും കൂടി ചിരിക്കണേ. ആനവാരി രാമൻ നായറിന് ഒരു കഥ ഉണ്ടത്രേ. ഇയാളെ കാണുമ്പോ ഒക്കെ മാലിനിക്കുട്ടിക്ക് ആ കഥ ഓർമ്മ വരും. ഉണ്ണി വന്നു, ഞാൻ ഈ കാപ്പി കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. എന്നിട്ട് പറഞ്ഞു തന്നാ മതി കഥ. ഉണ്ണി സാർ വന്നോ? ഞാൻ കൊണ്ട് കൊടുക്കാം. അമ്മയുടെ കാരുണ്യം ഉണ്ടെങ്കിൽ ഒക്കെ ശരിയാവും. എന്താണാവോ? ഒന്നുമില്ല. ഇവരിപ്പോ എന്തിനാ എന്റെ മെക്കിട്ട് കയറി ചാടി കളിക്കണാവോ? ഇതിങ്ങനെ വല്ലപ്പോഴും തുറന്നു വെച്ചതുകൊണ്ട് വല്ല മെച്ചമുണ്ടോ വൈദ്യരെ? മെച്ചമൊന്നും ഉണ്ടായിട്ടല്ല, എന്റെ കണ്ണടയണത് വരെ ഉന്തിയും തള്ളിയും നീക്കണം. അടച്ചു പൂട്ടിന്ന് പറയിക്കണ്ടല്ലോ. ഇത് ഏതും അടയെന്നാണ് പറയണത്. ഒന്നും പറയണ്ട എന്റെ വൈദ്യരെ. കൂനമ്മാവിൽ ഒരു ആനയെ കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞു പോയതാ. ചെന്ന് നോക്കിയപ്പോഴല്ലേ അറിയണേ, ഇത് ഞാൻ 2 മാസം മുമ്പ് ചാലക്കുടി പോയി കണ്ട ആനയാ. ഇത് 3 പേരെ തട്ടിയവനാ. ഇനി ഒരു പാപ്പാനെ കൂടെ തട്ടുമെന്ന പ്രവചനം. എന്നാ പിന്നെ ആ ആനയെ തനിക്ക് വാങ്ങാൻ പാടില്ലായിരുന്നു. എന്നിട്ട് എന്റെ 16 അടി തനിക്ക് ഉണ്ണണല്ലേ? മനസ്സിലിരിക്കട്ടെ പണിക്കരെ, ഈ കുത്തിന് അപ്പൂട്ടൻ നായരെ കൊണ്ട് ഒരു ആനയെ വാങ്ങി തൊടി കെട്ടിയില്ലെങ്കിൽ എന്നതേ ഇങ്ങനെ വിളിച്ചോ. അപ്പൂട്ടൻ നായർ ആനയെ വാങ്ങുമോ പണിക്കരെ? बोलो कौन है? मैं आली बाबा हूँ। आली बाबा मारो। रुक रुक रुक, तुम्हारा कोट ठीक है, ये लो मेरा कोट। अयो अयो, लड़की लड़की छोड़ेगा नहीं साले को, पकड़ो यार। आली बाबा ने जाता मारे, पकड़ो साले को। अयो 10 ലക്ഷം മേടിക്കാൻ ആള് ബാക്കി ഉണ്ടാവില്ല. അയ്യോ 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 അയ്യോ. അയക്ക് 10 ലക്ഷവും കിട്ടി, 19 അടി താഴ്ചയിലേക്കും പോയി. ആഴം കൂടുതലാണെങ്കിലും വെള്ളം കുറവാ. വയസ്സനായതുകൊണ്ട് ചത്തുപോയി കാണും. നമ്പ്യാർ സാറേ, ഓ അനക്കം ഉണ്ട്. കിട്ടിയതിൽ പാതി എനിക്ക് തരില്ല എന്ന് ഉറപ്പ് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുത്താം. ഞാൻ ഈ കയറങ്ങോട്ടിട്ട് തരാം, മുറുകെ പിടിച്ചോണം. അയ്യോ പിടിച്ചോ, പിടിച്ചിരുന്നോ? നോക്കി വലിക്കും, നോക്കി വലിക്കും, നോക്കി വലിക്കുക. അയ്യോ എന്താ നിർത്തിയത്? ചുമക്കുക. താങ്ക് യു താങ്ക് യു. ഇറ്റ്സ് ഓൾ റൈറ്റ്. നീയോ ഡൽഹിയിൽ വെച്ച് എന്റെ പെട്ടി അടിച്ചോണ്ട് പോയതല്ലേ നീ? MBA-കാരനായി എന്നെ നീ ഗൂർക്കയാക്കിയ പെട്ടി, എന്റെ ജീവിതം കുളം തോണ്ടിയ പട്ടി. നീ രക്ഷപ്പെടണ്ടാ, നീ കിണറ്റിൽ തന്നെ കിടന്നോടാ. ശങ്കർജി, ഒരുത്തനിവിടെ ഇനിയും കാത്തിരുന്നാൽ രമേശ് നമ്പ്യാരും സൂര്യമായുടെ കല്യാണം നടക്കും. ഉടനൊരു വെടി പൊട്ടിയില്ലെങ്കിൽ അതും ഒരുണ്ടയും. ഉണ്ടയുടെ എണ്ണമല്ല പ്രശ്നം, നിന്റെ കല്യാണമാണ്. അത് നടക്കണമെങ്കിൽ അവനെ തട്ടിയിരിക്കണം. ചോർ ചോർ
കള്ളൻ കള്ളൻ ചതി. ഇന്ന് ഞാനെല്ലാം പൊളിച്ചെടുക്കും. ശങ്കർജി സാറേ, ഇവിടെ മൊത്തം കള്ളന്മാരാണ്, മുഴുവൻ കള്ളന്മാരാണ്, ചതിയന്മാര്. അവരെ ജീവനോട് കൂടി പിടിക്കാം. ചതി, ചീറ്റിംഗ്, ചീറ്റിംഗ്, വഞ്ചന. നീ എല്ലാം കേട്ടെങ്കിൽ ആരോടും പറയരുത്. പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നും ഇവിടെ ഒരു അവിഞ്ഞ കൂർക്കയായിട്ട് കഴിയേണ്ടി വരും. എന്റെ ജീവിതം നായ നക്കും. ഞാൻ പറയും പറയും പറയും. ബോലുങ്ക ബോലുങ്ക ബോലുങ്ക. ശങ്കർജി എവിടാ? എടാന്നോ? ആ എടാ പോടാ പാടാ പട്ടി തെണ്ടി എന്നൊക്കെ ഇനി എനിക്ക് വിളിക്കാം. അതിനുള്ള സ്റ്റാറ്റസ് എനിക്കുണ്ടാ. ഇവനെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെടാ ഭ്രാന്ത് പിടിച്ചു. ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ടുള്ള ഭ്രാന്ത്. വല്ലവന്റെ MBA സർട്ടിഫിക്കറ്റ് അടിച്ചോണ്ട് വന്ന് നിനക്ക് ഇവിടെ വിലസാമെന്ന് നീ കരുതിയോ? എടാ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയതാടാ ഈ MBA. യുനോ എടാ നിനക്കൊക്കെ MBAയുടെ ഫുൾ ഫോം എന്താണെന്ന് അറിയോ? അറിയോ? പറ. അറിയോ? പറ. M മറ്റവന്റെ, B ബുക്ക്, A അടിച്ചു മാറ്റുക. MBA മറ്റവന്റെ ബുക്ക് അടിച്ചു മാറ്റുക. അത് അല്ലടാ MBA. താൻ എന്തൊക്കെ അനാവശ്യമായി പറയുന്നത്? എനിക്ക് കേൾക്കണോ? കേൾക്കണം. എന്റെ സർട്ടിഫിക്കറ്റുകൾ മോഷ്ടിച്ചെടുത്ത തന്റെ വാടക തന്തയുടെ തനി രൂപം, ഒറിജിനൽ ഫേസ് ഞാൻ ഇപ്പൊ കണ്ടു. ഈ വീടിന്റെ പുറകുവശത്തെ കെട്ടി കിടപ്പുണ്ട്. തനിക്ക് വേണമെങ്കിൽ കോരി എടുത്ത് പുഴുങ്ങി തിന്നോ. ഡു യു നോ ഹു ഐ ആം നൗ? രമേശ് നമ്പ്യാർ MBA. ശങ്കർജി സാബ് അവിടെ മുകളിലുണ്ട്. എല്ലാം കലങ്ങുന്ന ലക്ഷണമാ. എന്നാ ഞങ്ങൾ നാട്ടിലോട്ട് വലിഞ്ഞോട്ടെ. ശങ്കർജി 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 ഈ ചാക്കിൽ കൊള്ളുവല്ല. ഇവരെന്തിനാ ഇയാൾ തൂക്കിയെടുത്തോണ്ട് പോകുന്നത്? ആ ചാക്ക് എന്തിന്? നമസ്കാരം. നമസ്കാരം. പോനെ ഹോട്ടല്ല അവിടെ ചെന്ന് ശരിയാവില്ല. ഇവിടെ എന്നാ ജയിലിലാവും. വിക്കം വീശയില്ലാതെ സൗണ്ട് മാത്രം അനുകരിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാ കൂർക്കെ അറിഞ്ഞില്ലേ? അയ്യോ അയാൾ കൂർക്കല്ല, പിന്നെ അയാളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ അടിച്ചെടുത്തത്. അപ്പൊ അവനാണല്ലേ ഒറിജിനൽ രമേശ് നമ്പ്യാർ. ദേ ശങ്കർ ജാഗത്ത് ഓഫീസ് റൂമിലുണ്ട്. താൻ എവിടെയെങ്കിലും പോയ ഒന്ന് ഒളിക്ക്. അയാളുടെ മുമ്പിൽ താൻ എന്റെ തന്തയാ. ഈ പ്രായത്തിലുള്ള ഒരു തന്ത എനിക്ക് മാച്ച് ആവില്ല. താൻ പോ, താൻ എവിടെയെങ്കിലും പോ. ഇയാളേതാ? ഞാനിവിടെ പുതിയതാ. ഇയാളെ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയം തോന്നുന്നു. ഇത് അങ്കിൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഇത് രാവിലെ ഞാൻ തോട്ടക്കാരനായിട്ട് അപ്പോയിന്റ് ചെയ്താ. തോട്ടക്കാരുടെ റൂം അതാ. ചെല്ലി ശരി മുതലാളി. തോട്ടക്കാരൻ എന്താ ഈ വേഷത്തിൽ? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. യൂണിഫോം ഇടാത്തതിന് ഞാൻ നല്ല ശരിക്ക് ഫയറിംഗ് കൊടുത്തു. പോയി യൂണിഫോം ഇട്. ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് ഡൽഹി വരെ പോവാ. മുസൂറിയിലെ റിസോർട്ട് പ്രോജക്ട് ചർച്ച ചെയ്യാൻ. അതിനു മുൻപ് രമേശിന്റെ പപ്പയെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചു. പപ്പ എന്താ എന്നെ വിളിച്ചാ? പോയി യൂണിഫോം ഇടാം. പോയി യൂണിഫോം ഇടാം. പപ്പ ഹോട്ടൽ റൂമിലില്ല. ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഡിന്നർ പോയിരിക്കാൻ രാവിലെ ഫോൺ ഉണ്ടായിരുന്നു. റൈറ്റ്. ആ പപ്പ വരുമ്പോ പ്രത്യേകം പറയണം. കല്യാണത്തിന്റെ കാര്യങ്ങൾക്ക് പ്രൊസീഡ് ചെയ്തോളാം. ഞാൻ ഒരാഴ്ചക്കുള്ളിൽ എത്തും. ഓക്കെ. വിഗം മീശം കിട്ടുന്നവരെ ഇവിടെ തന്നെ കഴിയേണ്ടി വരും. ഇരിക്കാനൊരു സ്ഥലമില്ല. ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണല്ലേ. ഇതെന്താ ജീവനോടെ ചാക്കിൽ കെട്ടി വെച്ചേക്കണത്? നീയോ താനോ? അയ്യോ ശങ്കർജി സാബ് ഒന്ന് നിൽക്കണേ. ശങ്കർജി സാബ്, ശങ്കർജി സാബ്. വിളിച്ചാ കേൾക്കാത്ത ഒരു സാബ്. ഇയാളെന്തും സാബ്. വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. റൂമിലുണ്ട്. സൂര്യ മാഡം, സൂര്യ മാഡം. അല്ല ഒന്ന് ബെഡ്റൂമിലേക്ക് വല്ലേ. എന്നെ തെറ്റിദ്ധരിച്ചു അല്ലേ? ഞാൻ പറയുന്ന കേൾക്കും മാഡം. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇനി എന്റെ ഭാവി സൂര്യയുടെ കൈകളിലാണ്. എനിക്കിത് മേനോൻജിയോട് പറയണം. എവിടെ മേനോൻജി? പോയില്ലോ. അയ്യോ എപ്പോ? താഴോട്ട് പോയി. താഴോട്ട് പോയെന്നാ? മേനോൻജി, മേനോൻജി, എന്താണ് കിടന്ന് അലർന്നത്?
എടോ തനിക്കെന്നെ മനസ്സിലായോ? എടോന്നോ? അതെ എടോന്ന് തന്നെ. തനിക്കെന്നെ മനസ്സിലായോ? ആ മുഴു ഭ്രാന്തനായിരുന്നു ഈ കൂർക്ക. ഭ്രാന്തനല്ലാത്ത എന്നെ ഭ്രാന്താശുപത്രിയിലാക്കിയവനാണ് താൻ. ഇനി എന്റെ ഉഴവാണ്. ഞാനിവിടെ ഉഴുതു പറിക്കും. അന്നെ ഞാനിവിടുന്ന് കെട്ടുകിട്ടിക്കും. ഐ ആം രമേശ് നമ്പ്യാർ MBA. ഇവിടെ ആരുമില്ലേ? വിളിക്കണോ എല്ലാവരും വിളിക്കണോ? എനിക്ക് എന്റെ സത്യാവസ്ഥ തെളിയിക്കണം. അതിനുള്ള തെളിവുകൾ എന്റെ പക്കലുണ്ട്. വിളിക്കണോ എല്ലാവരെയും ഓടി വരണേ. എല്ലാവരും ഓടി വരണേ. പ്ലീസ് ഓടി വരൂ. ഐ ആം രമേശ് നമ്പ്യാർ MBA, ക്വാളിഫൈഡ്, സുന്ദരൻ, അവിവാഹിതൻ, വിത്ത് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. ഐ ആം രമേശ് നമ്പ്യാർ MBA. ഹലോ, മെന്റൽ ഹോസ്പിറ്റൽ അല്ലേ? ഇത് സൂര്യ ഗ്രൂപ്പിൽ നിന്ന് മാനാ. ആ പഴയ ഭ്രാന്തനോട് വന്നിട്ടുണ്ട്. വേഗം വരണം, വയലന്റായി നിൽക്കുക. ഇതിവിടെ കിടന്നാ ചീഞ്ഞു നാറും. അപ്പൊ ചത്തുന്ന് ഉറപ്പാണോ? ചത്താലും ചത്തില്ലെങ്കിൽ എവിടെ കൊണ്ടുപോയി കുഴിച്ചിടണം. അയ്യോ, ഞാൻ ചത്തിട്ടില്ലേ? അയ്യോ, ഇതെന്താ ഭ്രാന്താശുപത്രിയിൽ വേണ്ടി ഇവിടെ? ആ മേനോന്ന് ഇളകിയേ. അച്ഛ ഒരു ഈ ലഗേജ് നമുക്ക് ആ വണ്ടി കെറ്റി വിട്ടാലോ? ഇപ്പോഴാണാടാ നീ എന്റെ മോനായത്. ആ ഭാരം അങ്ങോട്ട് ഒഴിഞ്ഞു കിട്ടി. പിടിക്കും. എന്റെ നല്ല സമയം തുടങ്ങി. നെല്ലും പതിരും ഉടനെ വേർതിരിയും. ആ ഫ്രണ്ട്സ് എല്ലാം സോൾവ് ആയി. അപ്പൊ ചാക്കിനകത്താരാ? ആരാണ് ചാക്കിനകത്ത്? ദിവാര, എന്താ ചാണ്ടി? എന്താ നീ മനുഷ്യരെ പേടിപ്പിക്കാതെ കാര്യം പറ. എടാ SI ജയശങ്കറാണോ നിന്റെ പെങ്ങൾ ആലോചിച്ചു വന്നത്? അതെ. എന്നിട്ട് ആലോചന അവിടെ വരെ. അങ്ങനെ ഇവിടെ പെണ്ണ് കാണാൻ വന്നിരുന്നു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്തു. പക്ഷെ അത് മുടക്കാനുള്ള ചില പൊടിക്കൈകൾ ഞാൻ പ്രയോഗിക്കുന്നുണ്ട്. എടാ പൊടിക്കൈ മാത്രം പോരാ, ഒരു തുമ്പിക്കൈ തന്നെ വേണ്ടി വരും. അതിനു വേണ്ടി നിന്റെ കൂടെ മാക്സിമം ഞാൻ സഹകരിക്കാം. ചേട്ടാ, എന്റെ കുടുംബത്തിൽ ഒരു SI വന്ന് കയറുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് മുറവിളി കൂട്ടിയിട്ട് ഇപ്പൊ എടാ നിന്റെ കുടുംബത്തിൽ SI വന്ന് കയറുന്ന എന്തുകൊണ്ട് നല്ല തന്നെ. പക്ഷെ SI ജയശങ്കർ നിന്റെ കുടുംബത്തിൽ വന്ന് കയറാൻ പാടില്ല. അയാൾക്ക് വേറെ വല്ല ബന്ധങ്ങളുണ്ടോ? അയ്യോ, തങ്കപ്പെട്ട മനുഷ്യൻ. കൈക്കൂലില്ല, അഴിമതിയില്ല, പക്ഷഭേദമില്ല, ഒരുത്തിനും പേടിയില്ല. ചില ലോറിക്കാരും ആനക്കാരും പോലെ അവിഹിത ബന്ധമില്ല. പക്ഷെ അയാള് നിന്റെ പെങ്ങളുമായുള്ള ബന്ധം നടന്നാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം തകരും. താമസിയാതെ നിന്റെ മാന്യതയുടെ കെട്ടുമട്ട് അഴിച്ചു വെച്ച് അകത്ത് പോയിരിക്കുന്നു. നീ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു വരുന്നതാ, ദുഃഖ വെള്ളിയാഴ്ച ഈ തവണ വെള്ളിയാഴ്ച തന്നെയാണ്. അയ്യോ എടാ, ഈ കല്യാണം നടന്ന മനസ്സമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. SIനെ തന്നെ വേണം. നിന്റെ അച്ഛനും പെങ്ങൾക്ക് നിർബന്ധമാണ്. ആ ഗണത്തിൽപ്പെട്ട ഏതെങ്കിലും മണ്ണുണ്ണിനെ പിടിച്ചു കൊണ്ടുവന്ന് കല്യാണം കഴിച്ചു കൊടുക്കാം. നിനക്ക് ഇത് ഒറ്റയ്ക്ക് പൊളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനും കൂടാം. വേണേ നമുക്ക് തങ്കീനും പങ്കീനും കൂടൊരു മങ്കീനും കൂട്ടാം. പ്രസിദ്ധ നാടക നടൻ ചത്തമാടൻ ചാത്തനാടൻ. അയ്യോ, ചാത്തനാടൻ ആശാൻ തന്നെയല്ലേ? അതെ. അയ്യോ, കണ്ടിട്ട് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. ഞാൻ അങ്ങയുടെ ഒരു ആരാധകനാണ്, നാടകപ്രേമിയാണ്, ഷാർപ്പ് കോൺട്രാക്ടറാണ്. TS നമ്പർ 407, പേര് KK പൂച്ചാക്കൽ. വാറ്റ അനുഗ്രഹിച്ചാലും ബഗ്ഗളം ഭവിക്കട്ടെ. അങ്ങയുടെ ഒട്ടുമിക്ക നാടകങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. വെളിച്ചപ്പാടിന്റെ വെളിമ്പറമ്പ് എന്ന നാടകം 10 പ്രാവശ്യമാണ് ഞാൻ കണ്ടത്. അതിലെ വെളിച്ചപ്പാട് ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. രോമാഞ്ചം. ചുഴലിയാന്നോ? അല്ല, ഭാവാപര്യം. ഇരിക്കൂ. ഇതുവഴി പോയപ്പോ ഒന്ന് പരിചയപ്പെടാമെന്ന് വെച്ച് കേറിയതാ. ഇപ്പൊ കളയ്ക്കൊന്നും പോകുന്നില്ലേ? അത് സംഭവബഹുലമായ ഒരു കഥയാണല്ല. മലയാള നാടകവേദിയിൽ മര്യാദയ്ക്ക് നാടകം കളിച്ചോണ്ടിരുന്ന എന്റെ ഒരു അത്യന്താധുനിക നാടകക്കാരൻ ഒരു ഊറ്റാന്താടി വിളിച്ചോണ്ട് കൂടെ അഭിനയിക്കാൻ ആരുമില്ല. ആരുമില്ലായിരുന്നു. ഉണ്ട്. ചെണ്ട. ഉണ്ടല്ലോ ചെണ്ട. ചെട്ടയും ഞാനും മാത്രം. കർത്തം പൊങ്ങിയാൽ ഉടനെ അടി തുടങ്ങും. അടിക്കനുസരിച്ച് കളിച്ചോ. സംഭാഷണമില്ല, മുഴുവൻ ചുവടുവെപ്പുകളാ.
തിത്തരികിടതോ തിത്തിത്തരികിടതോ ആര് കോച്ചിയോ? രണ്ടര മണിക്കൂർ ചെണ്ടയടി കേട്ട് അമ്പലത്തിലെ ആന വരണ്ടു. എല്ലാവരും ഓടി, ഞാൻ മാത്രം ഓടിയില്ല. അപാര ധൈര്യം. ധൈര്യം കൊണ്ടല്ല നീയാ, ആന എന്നെ ചവിട്ടി പിടിച്ചിരിക്കുകയായിരുന്നു. ബോധം വരുമ്പോ ഞാൻ കോട്ടയ്ക്കലെ എന്നെ തോണിയില്ല. അതിനുശേഷം കീഴോട്ടൊരു ബലക്കുറവ്, ഒരേ ഇരിപ്പാ. അതാണ് ഇരുത്തം വന്ന നടനാണ് ആശാനെന്ന് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ അഭിനയിക്കുന്നില്ലെങ്കിലും ഈയിടെ അവാർഡൊക്കെ കിട്ടി. അകത്തിരിപ്പുണ്ട്, കാണിക്കണോ? പോകാൻ നേരത്ത് കാണാം. മക്കളൊക്കെ നല്ല നിലയിലായോ? കലാകാരന്മാർക്ക് മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ലെന്നാണ് അസൂയക്കാര് പറയുന്നത്. മ്ലേച്ഛം. മൂത്തവൻ മരുന്നിന്റെ ബിസിനസ്സാ, പിന്നെ മോള, അവൾ എമ്മയും ടൈപ്പും കഴിഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ അമ്പലത്തിൽ പോയിരിക്കുക. ഈശ്വര. ഇളയവൻ ദിനേശൻ സാറാനുള്ള പഠിത്തമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുക. മകൾക്ക് കല്യാണമൊന്നും ആകുന്നു. പത്രം വഴി വന്നതാ. ഒരു എസ്ഐയുടെ ആലോചന, നല്ല ബന്ധമാ. അതെത്രയും പെട്ടെന്ന് നടത്താനുള്ള ആലോചനയില്ല. എസ് ഐ തരക്കേടില്ലാത്ത ബന്ധമാ. ഏത് സ്റ്റേഷനിൽ എസ് ഐ? അതെനിക്കറിയത്തില്ല. ജയശങ്കർ എന്നാ പേര്. ജയശങ്കറോ? അയാൾ ഇപ്പോഴും ആലയനം കൊണ്ട് നടക്കുവാണോ? അയാളെ നേരത്തെ അറിയാമോ? പിന്നെ പ്രസിദ്ധനല്ലേ? വകയിൽ എന്റെ ഒരു ബന്ധുവാ. ഞാൻ ആരാധിക്കുന്ന ഒരാളുടെ കുടുംബമായതുകൊണ്ട് പറയുക, ഈ ബന്ധം വേണ്ട, ശരിയാവില്ല. കാര്യം എന്താണെന്ന് പറ. പുള്ളിക്കാരൻ കുറച്ചു കാലം ബോംബെയിലായിരുന്നു. അവിടുന്ന് മറ്റവനെയും കൊണ്ടാ വന്നത്. ഏത് മറ്റവൻ? എയ്ഡ്സ്. അവന്റെ രക്തം HMT പോസിറ്റീവാണ്. ചികിത്സയില്ലാത്ത പകർച്ചവ്യാധിയാ. അതുകൊണ്ടാണ് ജയശങ്കറിന് പ്രത്യേകം പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. പ്രത്യേകം പോലീസ് സ്റ്റേഷനോ? മറ്റു പോലീസുകാർ സഹകരിപ്പിക്കത്തില്ല. സംശയം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വന്നോ, ഞാൻ കാണിച്ചു തരാം. അപ്പൊ വിശ്വാസം വരും. ഗഡ എടുക്കുന്നുണ്ടോ? ഇപ്പൊ വേണ്ട. കണ്ടോ ജയശങ്കറിനുള്ള പ്രത്യേക സ്റ്റേഷൻ. കണ്ടോ ജയശങ്കറിനുള്ള പ്രത്യേക സ്റ്റേഷൻ. കണ്ടോ പുള്ളി ഇറങ്ങി വന്ന സ്റ്റേഷന്റെ ബോർഡ് കണ്ടോ? എയ്ഡ്സ് ഉള്ളവർക്ക് മാത്രം ഉള്ളതാ. ദൈവമേ, ഒരു വൻ ചതിന്ന് രക്ഷപ്പെട്ടു. സ്വാമിയേ, റെഡി ആയിക്കോ. ശക്തിമയം ശിവ ശക്തിമയം ശക്തിമയം ഭുവനം ബ്രഹ്മമയം ശക്തിമയം ശിവ ശക്തിമയം ശക്തിമയം ശിവ ശക്തിമയം ശക്തിമയം ഭുവനം ബ്രഹ്മമയം യമലോകം ഗച്ഛാമി. യമക യമക ബജാ യമക. ഇദ്ദേഹം ആലങ്കോട് ആസനത്തിലെ ആലങ്കോട് ആശ്രമത്തിലെ മഠാധിപതി സ്വാമി വൈകല്യാനന്ദ. വൈകല്യാനന്ദയോ? എന്താ ചട്ടനാണോ? ചട്ടനല്ല, പൊട്ടനാ. ഇത് നമ്മുടെ ശിഷ്യ സ്വാമിനി മൃത്യുഞ്ജയ. ഇത് നമ്മുടെ ശിഷ്യൻ സ്വാമി വക്രാനന്ദ. പ്രാണി. നാം അങ്ങനെ എല്ലായിടത്തും ആസനസ്ഥനാകാറില്ല. എങ്കിലും ഈ ഗ്രഹത്തോട് ഒരു സാമീപ്യം തോന്നുന്നു. ഓം നമഗ്രഹായ നമഃ. ആശ്രമത്തിലെ അന്തേവാസികളുടെ കുട്ടികൾക്ക് വേണ്ടി, ആശ്രമം സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിലെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി ആശ്രമം ഒരു ക്ഷേമനിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്കായി സംഭാവന പിരിക്കാൻ ഇറങ്ങിയതാണ് കുഞ്ഞേ. ഡൊണേഷൻ ഡൊണേഷൻ. അയ്യോ, അതിന് മഠാധിപതി എന്നെ നേരിട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പൊതുജനങ്ങളിൽ നിന്നുള്ള പിരിവായതുകൊണ്ട് സ്വാമിജി നേരിട്ട് ഹാജരായതാണ് മളകെ. മകളെ, രസീത് കുറ്റിയില്ലാത്ത പിരിവായതുകൊണ്ടാണ് നാം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടത്. പൈസ ഒന്നും ഇവിടെ ഇരിപ്പില്ലല്ലോ സ്വാമി. മോൻ വന്നാലേ പറ്റൂ. മകൻ ഇപ്പോഴെങ്ങാനും അമൈതി മന്നിത്തു വിട് സ്വാമി. അതെ, പോലീസ് ജോലിയാവുമ്പോ എപ്പോഴാ വരിക എന്ന് എങ്ങനെയാ പറയാൻ പറ്റുക? അതിന് മകന് പോലീസിലെ ജോലിയെന്ന് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? ബോധക്ഷയം ലഭിച്ചവർക്ക് എന്താണ് അറിയാൻ കഴിയാത്തത് മകളെ? മകനെ ഒന്ന് കാണണമെന്ന് കരുതി ഇരിക്കായിരുന്നു. എന്താ പോലീസ് ഇടപെടേണ്ട വിധത്തിൽ സ്വാമിയുടെ മഠത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? ആരെങ്കിലും മഠം പിടിച്ചെടുത്തോ? അവിടെ സ്വാമി മാത്രമുള്ള ആസാമിയായിട്ട്. എന്താ പ്രശ്നം? ഒരു അപകട സൂചന. അപകട സൂചനയോ? അതെ, അകാരണമായി എന്റെ ശിഷ്യൻ അയ്യോ എന്ന് വിളിച്ചുവെങ്കിൽ അതൊരു അപകട സൂചനയാണ്. ഈ വീട്ടിൽ ഒരു അപകടം നടക്കാൻ പോകുന്നു. എന്താ അപകടം? മകന്റെ മാരേജ് കഴിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, ആലോചന നടക്കുന്നു. ഇപ്പൊ നടക്കുന്ന ഈ ആലോചനയാണ് അപകടം. അഹം ബ്രഹ്മാസ്മി. അപകടം ബ്രഹ്മാവിന് ഉണ്ടാകുന്നാണല്ലോ ശാസ്ത്രം. ഇപ്പൊ നടക്കുന്ന ആലോചനയിൽ എന്ത് അപകടമോ സ്വാമി? നീച ജാതകമാണ് ആ കുട്ടിയുടേത്.
ഈ വിവാഹം നടക്കാൻ അവർ വേറൊരു ജാതകം കാട്ടിയെന്നും വരാം. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം, വ്യാഴം കഴിഞ്ഞ വെള്ളി ശനി. ആ ശനിയുടെ അപഹാരം. ഈ വിവാഹം നടന്നാൽ നിങ്ങളുടെ മകന്റെ ജീവൻ അപകടത്തിലാവും. ശൂന്യം ശൂന്യം. പറയാൻ മറന്നുപോയി, വട്ടപൂജ്യം. വട്ടപൂജ്യം. സ്വാമി, പരിഹാരം എന്തെങ്കിലും? കുസുമേ കുസുമോൽപത്തി. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഇതങ്ങോട്ട് വേണ്ടെന്ന് വെക്കുക. അതെന്നെ പരിഹാരം. നാം ഇറങ്ങുന്നു. അയ്യോ, ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നില്ലെന്ന് പറഞ്ഞ ജയൻ എന്നെ വഴക്ക് പറയും. സാരമില്ല മളകെ, നിങ്ങളുടെ മകൻ ഞങ്ങൾ എവിടെ വെച്ച് കണ്ടാലും വെള്ളം കുടിപ്പിച്ചിട്ട് വിടാറുള്ളൂ. വരട്ടെ. മാതരം ശക്തിമയം. രാജി, അച്ഛനെവിടെ? ജാതകം കൊണ്ട് ജോത്സ്യന്റെ അടുത്ത് പോയിരിക്കുക. ചേട്ടാ, കല്യാണം മുടക്കാൻ ഇവിടെ വന്നതുപോലെ അവർ അവിടെയും ചെന്നിരുന്നു അത്രേ. ഒരു എസ് ഐ വീട്ടിൽ വന്ന് കയറുന്നതിന്റെ അസൂയ. ആഹാ, നീ പോയില്ലേ? നന്നായി. ആവൂ, അദ്ദേഹം ഉണ്ടാവുന്ന സംശയമായിരുന്നു. 2 ജാതകങ്ങൾ അങ്ങോട്ട് കൊടുത്തു. ഓടിച്ചു നോക്കിയേ ഉള്ളൂ. ആ മുഖത്തെ പ്രസരിപ്പൊന്ന് കാണേണ്ടതായിരുന്നു. അച്ഛൻ വീണ്ടും നാടകത്തിലെ ഡയലോഗുകൾ പറഞ്ഞു തുടങ്ങി. നീ ഏത് മരക്കോടനാടാ? ഇത് നാടകത്തിലെ സംഭാഷണമല്ല. പിന്നെ ഞാൻ ജീവിതവിജയ സെന്ററിൽ നിന്ന് സംസാരിക്കുകയാണ്. എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ മക്കളെ. എന്താ, അവശ്യ കലാകാരന്മാർക്കുള്ള പെൻഷൻ തുക വർദ്ധിപ്പിച്ചോ? ആർക്കൊരാ നക്കാപ്പിച്ച കാശ്? എന്റെ മോളുടെ SIയുടെയും ജാതകം കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അറിയാവോ? 10 പൊരുത്തം. അത്രയല്ലേ ഉള്ളൂ. 10 10 പൊരുത്തവും ഒത്തുവരുന്ന ഒരു ജാതകം ഞാൻ അവക്ക് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. എന്തിനാ മോനെ നീ വെറുതെ കഷ്ടപ്പെടുന്നത്? വരുന്ന വഴിക്ക് ജയശങ്കറിന്റെ വീട്ടിൽ കയറി ഞാനത് അങ്ങോട്ട് ഉറപ്പിച്ചു. ഈ വരുന്ന 14-ാം തീയതി നിശ്ചയം. ഫസ്റ്റ് ഇയർ ആണല്ലേ? അതെ. തോന്നി. എന്താ പേര്? അർജുൻ. തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അങ്ങനെ അങ്ങോട്ട് പോയാലോ? എന്റെ പേരുണ്ട്. എന്താ എന്റെ പേര്? എനിക്കറിയില്ല. ലാലി. എങ്ങനെ? ലാലി. ആ, മിടുക്കൻ. ശരി. അപ്പൊ നമുക്കൊരു കാപ്പി കുടിച്ചിട്ട് സംസാരിക്കാം. ഞാനിപ്പോ കുടിച്ചോളൂ. എന്റെ ഒരു സന്തോഷത്തിന് കാപ്പി കുടിക്കണം. അയ്യോ, ഞാനിപ്പോ കുടിച്ചോളൂ. പ്ലീസ് ഡാ, ഒരു ഉഗ്രം കാപ്പി. അല്ല, ലാലി കുടിക്കുന്നില്ലേ? അർജുൻ കഴിക്കി. അതാണ് എന്റെ ഒരു സന്തോഷം. എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ? അയ്യോ വേണ്ട. പിന്നെ 2 പൊറോട്ടയും 3 ഇറച്ചിയും കഴിച്ചു ആരും തല്ലുകൊല്ലാന്ന് പോണില്ല. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. എന്റെ ഒരു സന്തോഷത്തിന് 2 പൊറോട്ട, ഇത്തിരിക്കോളം ബീഫും. എങ്ങനെയുണ്ട്? അപ്പൊ ഒരു ചിക്കൻ ഫ്രൈ കൂടി കഴിക്കാം. അയ്യോ വേണ്ട. എന്റെ ഒരു സന്തോഷത്തിന് ഒരു ചിക്കൻ ഫ്രൈ. ലെഗ് പീസ് തന്നെ വേണേ. ഈ ലെഗ് പീസ് ആവുമ്പോ കടിച്ച് വലിച്ചൊക്കെ തിന്നല്ല. ഇതൊക്കെ ഇപ്പൊ പ്ലേറ്റിലായ. എന്താ ബില്ലേ? എന്റെ ഒരു സന്തോഷത്തിന് ഇത് മോൻ തന്നെ കൊടുത്തേക്ക്. തന്റെ സന്തോഷത്തിന് ഞാൻ എന്തിനു കൊടുക്കണം? മോന്റെ പേരെന്താ? അർജുൻ. പേര് അർജുൻ എന്നാണെങ്കിലും തീറ്റ ഭീമൻ കേട്ടോ. ഇതെന്റെ ക്യാൻറ്റീനാ. ഞാനാ മുതലാളി, ഓണർ, പ്രൊപ്പറേറ്റർ, കോൺട്രാക്ടർ. തിന്നാ പാപം, കാശ് കൊടുത്താ തീരും. ഇതാ ക്യാൻറ്റീൻ നിയമം. ഒന്നും അറിയില്ല. 88 രൂപയാ. ഇവിടെ 2 പൊറോട്ട. എന്റെ ഒരു സന്തോഷത്തിന് That's all. കുറച്ചുകൂടെ നീട്ടി ചിഹ്നം വിളിക്ക്. അത് കേട്ടിട്ടെങ്കിലും 2 കക്ഷികളൊന്ന് കേറട്ടെ. താൻ ഞങ്ങളങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. ഈ അഡ്വക്കേറ്റ് ജയകൃഷ്ണനും അദ്ദേഹത്തിന്റെ ജൂനിയറായ അഡ്വക്കേറ്റ് പൊന്നപ്പനും കേസുകളില്ലാത്തതേ ഞങ്ങൾ കേസുകൾ എടുക്കാത്തോണ്ടാ. ഇപ്പൊ തന്നെ ഈ ആലത്തൂർ കൊലക്കേസ് വന്നിട്ടേ ജയകൃഷ്ണൻ സാർ അത് എടുത്തില്ല. അതിന് ആ കേസ് രാധിക മേഡത്തിനാണല്ലോ വന്നത്. അതെ, അതുകൊണ്ടുള്ള കേസ് എടുക്കാഞ്ഞേ. അതേതായാലും നന്നായി. തന്റെ ഈ ജയകൃഷ്ണൻ സാർ ആദ്യമായി വാദിച്ച കേസിന്റെ കഥ അറിയോ?
അദ്ദേഹത്തിന്റെ വാദം കേട്ട് അങ്ങേരുടെ കക്ഷി കോടതിയിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തു. ഒബ്ജക്ഷൻ. എന്റെ ഒബ്ജക്ഷൻ സക്സസ് ആവില്ലേ? ഇനി ഒബ്ജക്ഷൻ ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞ എന്റെ മുഖത്ത് തുപ്പിയാലുണ്ടല്ലോ. എടോ, ആ കക്ഷിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നത് സാറിന്റെ വാദം മോശമായതുകൊണ്ടല്ല, അദ്ദേഹത്തിന്റെ കക്ഷിക്ക് വാദരോഗം ഉണ്ടായതുകൊണ്ടാ. വാദരോഗമുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരും. ആ കക്ഷിക്ക് ഹൃദയത്തിലായിരുന്നു വാദം, ഹൃദുവാദം. വേറെയും 2 കേസ് വാദിച്ചിട്ടുണ്ടല്ലോ നിന്റെ സാറ്. അതെ, ആ 2 കക്ഷികൾ ഇന്ന് സെൻട്രൽ ജയിലാണ്. അവർ വളരെ സന്തോഷത്തിലാണ്. ജയിലിൽ കിടക്കുന്നതുകൊണ്ടോ? അല്ല, അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നില്ലല്ലോ. എന്താ? ഞങ്ങളൊരു കേസിന്റെ കാര്യത്തിന് വന്നതാ. അയ്യോ, അവരു ജയൻഷ സാർ അകത്തൊരു പ്രമാദമായ കേസ് പഠിച്ചോണ്ടിരിക്കുക. പഠിച്ചോട്ടെ, അദ്ദേഹത്തെ ശല്യപ്പെടുത്തണ്ട. ഞങ്ങൾ അഡ്വക്കേറ്റ് രാധികയെ കാണാൻ വന്നതാ. അതെ, സംഗതി രാധിക നല്ല അഡ്വക്കേറ്റ് ഒക്കെ തന്നെയാ, കാണാനും കൊള്ളാം. പക്ഷേ ഫീസിന്റെ കാര്യത്തിൽ ഭയങ്കര കത്തിയാ. ജയകൃഷ്ണൻ സാറിന് ഫീസും കുറവാ. പോരാത്തതിന് ഓണം പ്രമാണിച്ച് ഫീസിൽ 50% വിലക്കുറവുണ്ട്. അതിന് ഓണം കഴിഞ്ഞിട്ട് 2-3 മാസമായില്ലേ? പക്ഷെ വിലക്കുറവ് പിൻവലിച്ചിട്ടില്ല. മാത്രല്ല, ഇപ്പൊ കേസ് ഏൽപ്പിച്ചൊരു ഫ്രീ ഗിഫ്റ്റ് കിട്ടും. അറിയാം, സെൻട്രൽ ജയിലല്ലേ. എന്താ പറഞ്ഞപ്പോ കക്ഷികള് വീണില്ലേ? കളിയാക്കൊന്നും വേണ്ട. നിങ്ങളുടെ പുന്നാര സഹോദരൻ ഒരു കേസെങ്കിലും കിട്ടിക്കോട്ടെന്ന് കരുതിട്ടാ. ഈ മുളവണയും കഴിഞ്ഞു. ഇയാളെന്തിനാ അടുക്കളക്കാരൻ എടുക്കുന്നേ? അടക്കളക്കാരിയൊന്നല്ല, കോടതിക്കാരിയാ. എന്റെ വക്കീൽ കോട്ട് എടുത്തിട്ട് നിങ്ങൾ കാക്കി ഓടിക്കാൻ തൂക്കിട്ടിരിക്കണേ. ഓ, അങ്ങനെങ്കിലും ഒരു ഉപയോഗം അതുകൊണ്ടുണ്ടല്ലോ. ഇത്രയ്ക്ക് അത്യാവശ്യമായിട്ട് അതങ്ങോട്ട് കിട്ടിയിട്ടെന്തിനാ? വൈകുന്ന ഒരു കേസുണ്ട്, വായനശാലയുടെ. വായനശാലയുടെ കേസോ? അതെ, അവിടുന്ന് വാർഷിക നാടകമൊക്കെ ഉണ്ട്. നാടകത്തിന് ഈ സാധനം വാടകയ്ക്ക് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റുപോയി, ഞാൻ ഉൾപ്പെടെ. അയ്യോ, അപ്പൊ കാക്കി ഓടിക്കാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ സഹോദരൻ ഓഫീസിൽ നിന്ന് ഈച്ചി ഓടിക്കുന്നു. അതിലും ബന്ധം ഇവിടെ വന്നുകൊണ്ട് കാക്കി ഓടിക്കാൻ പറയൂ. എന്താ മാവാ? ഈ ബസ് സ്റ്റാൻഡിലും ടാക്സി സ്റ്റാൻഡിലും ഒക്കെ ആളെ വിളിച്ചു കയറ്റുന്ന പോലെ ഒരുമാതിരി ബ്രോക്കർമാരുടെ പണി ഈ വീട്ടിൽ കാണിച്ചാണ്ടല്ലോ. നാണമില്ലടാ നിനക്ക് ഇവിടെ വരുന്ന കക്ഷികളെ ക്യാൻവാസ് ചെയ്യാൻ? അയ്യോ, അമ്മാവൻ എന്തായി പറയുന്നത്? ഇനി മേലാൽ ഇത് ആവർത്തിച്ച കഴുത്തെ പിടിച്ചാൽ വെളി തള്ളും. മനസ്സിലായോടാ? മനസ്സിലായോന്ന്? ആ, ഐ എം സോറി. ജയേട്ടന്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് അറിയാവുന്നുണ്ട്. ഒരു കേസെങ്കിലും ജയേട്ടന് കിട്ടിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ ക്യാൻവാസിങ്ങിന് ഇറങ്ങിയത്. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിൽ കൂടി കേൾപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായില്ലടാ? തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ. മനസ്സ് നിറയിപ്പോ സന്തോഷ. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ എന്തായി പറയുന്നത്? അല്ല, എന്നെ തല്ലാനായിട്ടാണെങ്കിലും ഈ നിയമപുസ്തകം സാർ ഒന്ന് കൈകൊണ്ട് തൊട്ടല്ലോ. നീലക്കുറിഞ്ഞു പോക്കുന്ന പോലെ വല്ലപ്പോഴും കാണാൻ കിട്ടുന്ന അപൂർവ കാഴ്ചയല്ലേ ഇത്? നീലക്കുറിഞ്ഞല്ല, നിന്റെ കൊരണവള്ളി ഞാൻ ഞെക്കി പൊട്ടിക്കും. തനിക്കറിയോ, വക്കീൽ പണിയിലും പൊന്നപ്പിന് പുല്ല. എനിക്ക് വേറൊരു പണി അറിയണോ, കൽപ്പണി. കണ്ടിട്ടില്ലേ? ഈ കല്ലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചട്ടണത്. എന്റെ തനിക്കറിയോ, ഞാൻ എന്റെ അച്ഛനെ കഷ്ടപ്പെട്ട് കൽപ്പണി എടുത്തിട്ടാ ഞാൻ പഠിച്ചൊരു വക്കീലായത്. കഷ്ടകാലത്തിന് പണ്ടാറടങ്ങാനായി തന്റെ ജൂനിയർ ആവാനായിരുന്നു എന്റെ വിധി. എന്നെങ്കിലും ഒരു ദിവസം താൻ എന്നെ കോടതി കയറ്റി ഇരുത്തിയിട്ടേ എന്ന് താൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടോ. പോട്ടെ, താങ്കളെങ്കിലും അത് പറയണ കാണാനുള്ള കൊതി കൊണ്ടാ ഞാൻ ആ കക്ഷികളെ ക്യാൻവാസ് ചെയ്ത്. അപ്പൊ തനിക്കത് തല്ലണല്ലേ? തല്ലണോ? തല്ലേ? പൊന്നപ്പ പോട്ടടാ, അപ്പോഴത്തെ ഒരു പ്രാന്തിന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയതാ. സോറി. എന്റെ സാറേ, സാറ് സോറി പറയേ. ആക്ച്വലി സാറിന്റെ കയ്യിൽ നിന്ന് 2 കൂടി വാങ്ങിച്ചിട്ട് പോയി കിടന്നുറങ്ങാനാ ഞാൻ 2 അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. സാറേ, സാറിന് അറിയോ, ഇങ്ങനെ അടുത്തിരിക്കാൻ സത്യത്തിൽ സാറിന് ഒരു കേസ് കിട്ടാൻ വേണ്ടി ഒരാളെ കൊന്നിട്ട് ആ കേസിലെ പ്രതിയാവാൻ ഞാൻ തയ്യാറാ. പക്ഷേ ആ കേസ് സാറ് വാദിച്ച എനിക്ക് കൊലക്കയറ് ഉറപ്പാന്നറിയാവുന്നോണ്ടാ ഞാനത് ചെയ്യാൻ. സോറി സാറേ, സോറി സാറേ, സോറി സാറേ, സോറി സാറേ, തേരോട്ടം. ഇവിടുന്ന് വേണം, അതിവിടെ ഇല്ല. റോസ്പൊലിപ്പ് സ്റ്റോക്ക് ഉണ്ട്. നിറോസിൻ അതുണ്ട്. സോർബിട്രേറ്റ് ഉണ്ട്. ബാക്ടീം ഡിഎസ് അതുണ്ട്. എറിത്രോസിൻ അതുണ്ട്. ആംപിലോങ് ആ ന്യൂറോട്രിറ്റ്
ഇതൊക്കെ ഇവിടെ ഉണ്ട്. എങ്കിൽ എല്ലാം ഈ 2 വീതം എടുത്തോളൂ. എന്താ ഇല്ലേ? ഇല്ല. പിന്നെ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞത്? അതെ, ഒരു ദിവസം സാറിനെ പോലെ 10-15 പേരെ ഇവിടെ കയറി ഇറങ്ങുന്നത്. ഞങ്ങൾക്ക് സ്ഥിരം കമ്പനികളുണ്ട്, അവരുടെ മരുന്നേ ഞങ്ങൾ എടുക്കും. അപ്പൊ മറ്റുള്ളവരെ ഒഴിവാക്കാനാണല്ലേ ഈ മരുന്നൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്? അതെ, സാറിന് മെഡിക്കൽ റിപ്പല്ലേ? എന്താ സർട്ടിഫിക്കറ്റ് കാണിക്കണോ? വേണ്ട, കുറെ മരുന്നുകൾ ഇവിടെ ഒന്ന് ആവശ്യപ്പെട്ടതേ ഞങ്ങളെ പരീക്ഷിക്കാനുള്ള അടവല്ലേ. എന്നാര് പറഞ്ഞു? കമ്പനിയിൽ നിന്ന് അയച്ച സാമ്പിൾസ് തീർന്നു, അതെന്റെ സ്വന്തം ചെലവിൽ വാങ്ങിച്ച് ഞാൻ ഡോക്ടേഴ്സിന് കൊണ്ടുപോയി കൊടുക്കാം. അത്രമാത്രം സിൻസിയർ ആണ് ഞാൻ. പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്നുണ്ടല്ലോ, മെഡിക്കൽ കൗൺസിലിൽ കംപ്ലൈന്റ് ചെയ്ത് നിങ്ങളെ മെഡിക്കൽ സ്റ്റോറിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തോളൂ. ഞാൻ നിങ്ങളുടെ പേരെന്താ പറഞ്ഞത്? ജോസഫ്. അതുകൊണ്ട് 2 പ്രതിപിടിയിൽ ബാങ്ക് കവർച്ച 2 ഇച്ചായ എന്നാ ചായ. ഇച്ചായ എന്നെ അരിച്ചു പെറുക്കുന്നേ? പരീക്ഷ ഫലമോ അതോ ലോട്ടറി നമ്പറോ? ഇത് രണ്ടുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ആഭരണ കേസിലെ പ്രതിനെ പൊക്കിയോ നോക്കിയതാ. പൊക്കിയോ? പൊക്കും. അതിനെ എസ് ഐ വേറെ 2 ജന്മം ജനിക്കണം. അയാൾ വലിയ കേമനാന്ന് ഇച്ചാൻ തന്നെയല്ലേ പറഞ്ഞത്? അതിനേക്കാൾ 2 ഇരട്ടി കഴിവുള്ളവനായിരിക്കും അത് മുക്കിയത്. അങ്ങനെ ആണുങ്ങള് ഇവിടെ ഒരുത്തനുണ്ട്, കള്ളനാന്നും പറഞ്ഞ് നടക്കുന്നു. എടാ, പെങ്ങക്ക് ടൈപ്പിന്റെ വീസ കൊടുക്കേണ്ടത് നാളെയാ. അതിനുള്ള വഴിയല്ല നീ കണ്ടുവച്ചിട്ടുണ്ടോ? അമ്മച്ചി, ഒരു കാര്യം മനസ്സിലാക്കണം. കാശും ആഭരണങ്ങളും അടിച്ചു മാറ്റുന്ന കള്ളന്മാര് ഈ നാട്ടിൽ പലരുണ്ട്. പക്ഷെ പലചരക്ക് സാധനങ്ങൾ മാത്രം അടിച്ചു മാറ്റുന്ന ഒരു കള്ളൻ, അതാണ് ഞാൻ. എനിക്ക് വെറൈറ്റിയോടാണ് താല്പര്യം. നിനക്കിപ്പോ ഫീസ് കൊടുക്കണം, അത്രല്ലേ വേണ്ട? 2 കുട്ടിക്കുറ പൗഡറും 250 പരിപ്പുണ്ട്, കൊണ്ടുപോയി കൊടുക്ക്. ഇതെവിടെ കൊണ്ട് കൊടുക്കാനാ? നിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് കൊടുക്ക്. പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ. മുട്ട കൊടുത്ത് കപ്പ വാങ്ങും, കപ്പ കൊടുത്ത് കാള വാങ്ങും, കാള കൊടുത്ത് കയറ് വാങ്ങും. പഴയ ബാർബർ സിസ്റ്റം. ബാർബർ അല്ല, ബാർട്ടർ സിസ്റ്റം. അതെ, ഓരോരോ മാറ്റങ്ങളെ. എടാ, ആ ദിവാകരൻ നിന്റെ കൂട്ടുകാരനല്ലേ? അവനാണെങ്കിൽ നല്ലൊരു ജോലിയുണ്ട്. 10-300 നിനക്ക് അവനോട് ചോദിച്ചൂടെ? അമ്മ, അവന്റെ പാടം അവനറിയാം. പെങ്ങളെ കെട്ടിക്കാൻ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് അവൻ ഓടിയോണ്ട് നടക്കാം. അതെന്താ അവനാ പത്രം കൊണ്ടുവന്ന് കൊടുക്കുന്നേ? എന്റെ അമ്മയെ ഞാൻ കുത്തുവോ? ദിവാകരൻ ചേട്ടനും ഇച്ചാനും 8 വരെ ഒന്നിച്ച് പഠിച്ചതല്ലേ? തുടർന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇച്ചാനും ദിവാകരൻ ചേട്ടനെ പോലെ മാന്യമായ ഒരു ജോലി കിട്ടുമായിരുന്നില്ലേ? എങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ല. എടി മോളെ, ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചു. എനിക്ക് വേണ്ടത്ര വിവരമായി അമ്മ. അവന് വിവരമില്ലാത്തോണ്ട് അവൻ പഠിച്ചു. ഞാനും അവനൊക്കെ ചെയ്യണ ജോലിയൊക്കെ ഒന്ന് തന്നെയാ. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നാട്ടുകാർക്ക് ഒട്ടും മനസ്സിലാവില്ല. മോനെ, മോർണിംഗ്. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സിനെ കണ്ട എല്ലാവർക്കും ഇലക്ഷനിൽ തോറ്റ സ്ഥാനാർത്ഥിയെ കണ്ട മട്ട. എനിക്ക് ആരുടെയും ഊഴം തെറ്റിക്കണ്ടേ? എല്ലാരും കണ്ടതിന് ശേഷം കണ്ടാ മതി. അല്ല, സാറിനെ കണ്ടിട്ട് നല്ല പരിചയം ഉണ്ടല്ലോ. യുവർ ഗുഡ് നെയിം പ്ലീസ്? തോമസ് കോരള. ഓ, XMLA. നല്ല പരിചയം. സാറിന്റെ പ്രസംഗങ്ങൾ ഞാൻ ധാരാളം. എന്റെ സാറുമാരെ അല്പം രക്തം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ ആ നേഴ്സന്മാരെല്ലാം കൂടെ കൈയുടെ അറ്റം കുത്തിക്കീറി കളഞ്ഞു. എന്തൊരു വേദന, സഹിക്കാൻ വയ്യേ. അയ്യോ, എനിക്ക് വയ്യ, ഞാൻ പോവാ. സാറിന് രക്തം പരിശോധിക്കണം? അല്ല, എനിക്ക് മൂത്ര പരിശോധിക്കേണ്ടത്. സാറിന്റെ അസുഖം? ഓ, അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. പിന്നെ പേരിന് എന്തെങ്കിലും അസുഖം ഇല്ലെങ്കിൽ മനുഷ്യനാവും. അപ്പൊ അതാണ് അസുഖം. പിന്നെ ഒരു പൊളിറ്റീഷ്യന് അത്യാവശ്യം വേണ്ട BP, കൊളസ്ട്രോള്, പ്രമേഹം, അങ്ങനെ തുടങ്ങി പല. ഈ പ്രമേഹത്തിന് ഉലുവ ഉത്തമ ഔഷധമാണെന്ന് നമ്മുടെ ഒരു നേതാവ് ഉദ്ഘോഷിക്കുന്നതിനെ പറ്റി സാറിന് എന്താണ് അഭിപ്രായം? അച്ചടക്ക ലംഘനമാവുമോ എന്ന് പേടിച്ച് നിയമസഭയിൽ ഞങ്ങൾ അത് ഖണ്ഡിച്ചില്ല. പിന്നെ ഒരു കണക്കിന് നോക്കിയാൽ എല്ലാ ഔഷധങ്ങളല്ലേ. മൂത്രത്തിൽ വരെ അത് കണ്ടെത്തിയില്ലേ മറ്റൊരു നേതാവ്? പിന്നെ കറക്റ്റ്. മൂത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ മറ്റൊരു പ്രധാന സംഗതി ഓർമ്മ വന്നത്. എന്താ സാറിന് മൂത്രശങ്ക തോന്നുന്നു? അതല്ല, അതൊരു 23 മണിക്കൂറെങ്കിലും പിടിച്ചു നിർത്താൻ എനിക്ക് പറ്റും. ഇത് അതല്ല. ഇപ്പോ കേരളത്തിലെ 90% ആൾക്കാരുടെ മൂത്രത്തിലും പഞ്ചസാര ഉണ്ടല്ലോ. ഇത് പഞ്ചസാരയായിട്ടും മൂത്രം മിനറൽ വാട്ടർ ആയിട്ടും വേർതിരിക്കുന്ന ഒരു വൻ വ്യവസായ സംരംഭത്തിന് രൂപം കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളുടെ പാർട്ടി. അത് നല്ലതാ. അടുത്ത് തന്നെ നിയമസഭയിൽ അതിന് പ്രഖ്യാപനം ഉണ്ടാവും. വെരി ഗുഡ്. വേണമെങ്കിൽ മൂത്രത്തിലെ കല്ലുകൊണ്ട് തന്നെ ഈ ഫാക്ടറിക്ക് തറക്കല്ലിടുകയും ചെയ്യാം. കറക്റ്റ്. നാളെ രാജധാനിയിൽ ഞങ്ങളുടെ നേതാവെത്തും. അപ്പോൾ ഈ പ്രോജക്ട് നമ്മൾ അവതരിപ്പിക്കും. 24. അപ്പോ പിന്നെ കാണാം. നാളെ വലിയ നേതാവ് വരുന്നുണ്ട്. അപ്പൊ ഇതിനേക്കാളും വലിയ കോള് തടയാതിരിക്കില്ല. വലിയ ഫാക്ടറി ഒക്കെ ആവുമ്പം 1.5 ഏക്കർ ഭൂമിയെങ്കിലും വേണ്ടി വരില്ലേ? വരും. ഒരു ചായ കൂടി വേണം, ദാഹം തീർന്നില്ല. ഇപ്പൊ തരാം.
നാട്ടിലെ ഞരമ്പ് സ്വഭാവം ഇവിടെ കാണിക്കില്ല. ഈ സ്ഥലം വേറെയാണേ. ചേച്ചി ചായ ഒന്നും എടുക്കണ്ട, ഞങ്ങൾ ഇത് ഇറങ്ങാം. ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കാണണം. ആയിക്കോട്ടെ. നീ ജാനുവിനെ ചേച്ചിയായിട്ട് തന്നെ കണ്ടാ മതി, നീ ഏട്ടത്തിമയായിട്ട്. ആയിക്കോട്ടെ, രാജുപേട്ടൻ മോളായിട്ട് കണ്ടോളൂ. അത് പറ്റില്ല, ഞാൻ അവളെ മനസ്സാ വരിച്ചു കഴിഞ്ഞു. ഇങ്ങോട്ട് വന്ന് കാല് കുത്തിയില്ല, അതിന് മുമ്പേ തുടങ്ങി. ഇവിടെ മനുഷ്യന്റെ മനസ്സിന് മൊത്തം തീയ, എവിടെ തല്ലു വരുന്ന പോലും പറയാൻ പറ്റില്ല. അതിനിടല്ലോ ഒരു ജാനു വന്നണ്ടല്ലോ തല്ലി അങ്ങോട്ടൊക്കെ. ഈശ്വര, ഇവിടെ രക്ഷയില്ലേ? അവര് നമ്മുടെ അടുത്തേക്ക് തന്നെയാണല്ലോ വരുന്നത്. ആ വരവ് കണ്ടിട്ട് എന്തോ ഒരു പന്തികാരുണ്ട്. തല്ലുകാരാണെന്ന് ഉറപ്പാ. കണ്ടില്ല എല്ലാവരും യൂണിഫോം ഇട്ടേക്കണത്. ആളെ മാറി തല്ലാതിരിക്കാനാ യൂണിഫോം ഇട്ടിരിക്കുന്നത്. എന്നെ മനസ്സിലായോ? ഇല്ല. എനിക്ക് മനസ്സിലായി. എന്നാ പറയൂ, ആരാണ് ഈ തല്ലി ടീമിന്റെ ക്യാപ്റ്റൻ അല്ലേ? തല്ലി ടീം? ഞാനാണ് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. നിങ്ങൾ വന്നതെന്തിനാണെന്നൊക്കെ എനിക്ക് മനസ്സിലായോ? ഈ നാട്ടിൽ ഒരില ഇളകിയാൽ ഞാൻ അറിയും. പിന്നെ എന്നിട്ട് ഇന്നലെ എന്റെ വയറിളകിയത് ഇയാൾ അറിഞ്ഞില്ല. അതല്ലടാ, നമ്മൾ ഇയാളുടെ മോളെ പ്രേമിക്കാൻ വന്ന വിവരം ഇയാൾ അറിഞ്ഞെന്ന് തോന്നണം. എന്താ എന്റെ പൊന്നു സാറേ, ഞങ്ങൾ ഉപദ്രവിക്കുന്നത്, ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം. എന്താ ഇത്? നിങ്ങൾ എങ്ങോട്ട് പോകാൻ? ഈ കയർ ഫാക്ടറി നമ്മൾ ഒറ്റക്കെട്ടായി ഇവിടെ പടുത്തുയർത്തും. എന്നിട്ട് അതിന്റെ ഉദ്ഘാടനം കുന്നത്തൂർ ഗ്രാമത്തിന്റെ കണ്ണിലുള്ളിയായ ശ്രീധരൻ നായർ നിർവഹിക്കും. അതാരാ? ഞാൻ തന്നെ. മാത്രമല്ല, ഇങ്ങനെ ഒരു സംരംഭം ഈ പഞ്ചായത്തിന് കാഴ്ചവെക്കാൻ പോകുന്ന നിങ്ങൾക്ക് കോലാഞ്ചിറ മൈതാനത്ത് വെച്ച് ഗംഭീര സ്വീകരണം. ഒപ്പം സാറിന് നല്ല കിട്ടില്ല ഒരു പ്രസംഗം. അതും ആയിക്കോട്ടെ. അല്ല, നിങ്ങളുടെ പേര് ചോദിച്ചില്ല. എന്റെ പേര് ശിവൻകുട്ടി, ഇത് കുഞ്ഞുണ്ണി. ഞാൻ ഇവർക്ക് പഞ്ചായത്ത് മെമ്പർമാരാണ്. പൊതുജന സേവനമല്ലേ, അപ്പൊ എല്ലാരും എപ്പോഴും ഒന്നിച്ചുണ്ടാവും. എന്താ പഞ്ചായത്ത് ഇങ്ങോട്ട് മാറ്റിയ? ഇത് ഐശ്വര്യ. ഐശ്വര്യ കണ്ട തോന്നിയില്ല. ഇവരൊക്കെ മനസ്സിലായി. കയർ കമ്പനി പണിയാൻ വന്നവരല്ലേ? ഞാനും ഒരു കമ്പനി മുതലാളിയാ, എനിക്കുമുണ്ട് സ്വന്തമായിട്ടൊരു വണ്ടിയൊക്കെ. കമ്പനി എന്ന് പറഞ്ഞ ഇതിനകത്തുള്ള പപ്പടമാണ്, വണ്ടി എന്ന് പറഞ്ഞത് തുരുമ്പ് സാധനവും. മുറ്റത്തെ മുല്ലക്ക് മണമില്ലെന്ന് കേട്ടിട്ടില്ലേ? അതാ പപ്പട കമ്പനി. എന്താ മോശം കമ്പനിയാ? ഈ നാട്ടിലുള്ളവർ പപ്പടം കഴിക്കണോ വേണ്ടോ തീരുമാനിക്കുന്നത് ഞാനാ. പിന്നെ വണ്ടി, അത് പുതിയതൊരെണ്ണം ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മതി. ലക്ഷക്കണക്കിന് രൂപ മുടക്കി കമ്പനി തുടങ്ങാൻ വന്നവരോടാ അവന്റെ ഈ പോട്ട പപ്പടം. പിന്നെ ഈ നാട്ടിൽ അതിഥികളായി വന്ന നിങ്ങൾക്ക് അടുത്ത ഞായറാഴ്ച എന്റെ വീട്ടിൽ ഊണ്. എന്നാൽ ഐശ്വര്യം പപ്പടം എന്റെ വക ഫ്രീ. ആളിറങ്ങണം. ഇതേതാ ഈ ലഗേജ്? ഇതിനു മുമ്പ് ഇവിടെ തല്ലല്ലേ ഓടാൻ വന്നതല്ല. ഓടല്ലേ, തല്ലാൻ വന്നതല്ല. ഞാൻ പണിയെടുക്കാൻ പോയതല്ലേ, അതല്ലേ ബാഗ് അവിടെ ഇട്ടത്. ആരാ? ഭാർഗവൻ, വാറ്റു ഭാർഗവൻ. ഈ ഗ്രാമത്തിൽ പുതിയതായി താമസിക്കാൻ വന്ന ശിവൻകുട്ടിയെ കാണാൻ വന്ന. കാണാൻ വരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഈ നാട് സ്വല്പം പെശക. ഇവിടത്തെ നാട്ടുകാരും പ്രത്യേകിച്ച് ഞാൻ. എവിടെന്നാ? ജയിലിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന്. ഈ കയർ ഫാക്ടറി തുടങ്ങാൻ വന്ന ശിവൻകുട്ടിയല്ലേ അന്വേഷിച്ചത്? കയർ ഫാക്ടറിയോ? അവനോ? അവനല്ല. പിന്നെ ഏത് ശിവൻകുട്ടി? അവനോടൊപ്പം രണ്ടുപേരും കൂടെ ഉണ്ട്, കുഞ്ഞുണ്ണിൻ രാജപ്പനും. അവന്മാര് തന്നെ ഫാക്ടറി പണിയാൻ വന്നവര്. അവന്മാര് തന്നെ ആയിരിക്കോ? അവരെവിടെയുണ്ട്? ഈ വഴി നേരെ പോയ, അയ്യോ ഹോട്ടലാ, വഴി ഇപ്പൊ തെറ്റിയന. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ചെറിയ തോടിന്റെ പാലം ഇറങ്ങിയിട്ട് ആരോട് ചോദിച്ചാലും മതി, എളുപ്പ വഴിയാ. നേരെ പോയ അവിടെ എത്തുവോ? ചെറിയ 1-2 വളവും തിരിവൊക്കെ ഉണ്ട്. അല്ല, ഈ മുള ഞാൻ എടുത്തോട്ടെ. ആ ബാഗ് എടുക്ക്. അതാരാ? വൈഫാ? ആണെങ്കി പോയിട്ട് വരാം. പോയിട്ട് വരാം. എന്തോ പ്രശ്നമുണ്ടല്ലോ, കണ്ടുപിടിക്കണം. അപ്പൊ അതാണല്ലേ കാര്യം. ഞാൻ കരുതി ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയം നോക്കി നീ മുങ്ങിയതാണെന്ന്. അതാണല്ലോ നിന്റെ പതിവ്. നീ അവളെ പ്രേമിക്കുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എനിക്കെന്റെ കാശ് കിട്ടിയാൽ മതി. അത് കിട്ടിയാലേ നാട്ടിൽ എനിക്ക് പിടിച്ചു വെക്കാൻ പറ്റൂ. ഇങ്ങനെ കണ്ണിച്ചോരാണ് സംസാരിക്കുന്നത് പറഞ്ഞു. എന്നാ നീ ഇതാണ് എന്റെ കാശ്. എന്റെ കയ്യിലുണ്ടെങ്കിൽ തരുമോ? എന്നാ പിന്നെ മിണ്ടാതിരിക്കേ. കണ്ണി ചോരയായിട്ട് വന്നേക്കണ്. അവനൊരു ആവശ്യം വന്നപ്പോ ഞാൻ കാശ് കൊടുത്തത് എനിക്കൊരു ആവശ്യം വരുമ്പോ തിരിച്ചു കിട്ടാനാ, അല്ലാതെ മോക്ഷം കിട്ടാനല്ല. ഞാൻ തരില്ലാന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ നീ പറഞ്ഞാ ഞാൻ ഒന്നുകൂടി ജയിലിൽ പോകും, അത്രേ ഉള്ളൂ. അത് കള്ളച്ചാരായം പാറ്റിയതിനാവില്ല. ഭാർഗവട്ടൻ ചൂടാവാതെ കാശിവൻ തരും. ഇത്രയും ക്ഷമിച്ചില്ലേ, ഒരല്പം കൂടെ ക്ഷമിക്കും.
അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? ഇനിയിപ്പൊ നീ അവളെ പ്രേമിക്കേണ്ടത് എന്റെയും കൂടി ആവശ്യമായി പോയില്ലേ? പക്ഷെ എത്രയും പെട്ടെന്ന് വേണം. അതല്ലേ ഞാൻ ഇവന്റെ കൂടെ നടക്കണത്. അത് തന്നെയാടാ എന്റെ പ്രശ്നം. അതാരാ? അയ്യോ മുതലാളിയാ. അപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഏതാ ഈ പുതിയ അവതാരം? എന്റെ നാട്ടുകാരനാ ഭാർഗവേട്ടൻ. സഹായത്തിന് സഹായത്തിനല്ല എന്റെ ഈ നാട്ടുകാരെയൊക്കെ വിളിച്ചോണ്ട് വരാൻ ഞാൻ തന്നോട് ഒരു ആനയെ തളയ്ക്കാനല്ലല്ലോ പറഞ്ഞത്, ഒരു പെണ്ണിനെ വളയ്ക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഇനിയും വേറെ ആരെങ്കിലും വരുമോ ആവോ? ഇല്ല, പ്രസിഡന്റിന്റെ മകളെ കാണാൻ നല്ലൊരു അവസരം ഒത്തു വന്നിട്ടുണ്ട്. ആ നാളെ അവളുടെ പിറന്നാളാണ്. രാവിലെ ക്ഷേത്രത്തിൽ തൊഴാൻ വരും. ഇവൻ വന്ന് തനിക്ക് പെണ്ണിനെ കാണിച്ചു. താൻ എങ്ങനെയെങ്കിലും അവളുടെ മനസ്സിലോട്ട് ഇടിച്ചു കയറണം. പ്രസിഡന്റിനെ വലയിലാക്കിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അയാളുടെ വീട്ടിൽ ഞായറാഴ്ച ഊണും സ്വീകരണവും. അവളോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയല്ല. പിന്നെ ഇവിടെ യാതൊരു കുറവൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ വരട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെ പറഞ്ഞാ മതി കേട്ടോ. എന്താ? അല്ല, ഇവനൊരു മൊബൈൽ കിട്ടിയിരുന്നെങ്കിൽ. മൊബൈലോ? എന്തിനാ? ഈ മൊബൈൽ നമ്പർ പ്രസിഡന്റിന്റെ മകൾക്ക് കൊടുത്താ അത് പ്രയോജനപ്പെടും. ഇപ്പോഴത്തെ പിള്ളേരല്ലോ പിടികിട്ടി. എടോ നാളെ തന്നെ കുന്തയാക്ക് മേടിച്ചു കൊടുക്ക്. വരട്ടെ. രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഈ പ്രായത്തിൽ ആരെ പ്രേമിക്കാൻ? കൊച്ചുങ്ങൾക്ക് കളിക്കാൻ കൊടുക്കാനൊന്നും. വാടോ, വരുന്നു. ഇങ്ങനെ ഒരളഞ്ഞാളിയ. നീ എന്തുവാ ഫാഷൻ പരേഡിന് പോവാന്നോ? ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെണ്ണ് കാണൽ ചടങ്ങ്. അതിലിപ്പോ സ്റ്റൈലിലായിക്കോട്ടെ. ദേശിവെക്കട്ടെ, എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. ഇതുപോലുള്ള പിശാചിക്കളെ ഇതുപോലുള്ള പിശാചിക്കളെ കൊണ്ടു നടന്നാൽ വന്ന കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓഹോ, എന്റെ സ്റ്റൈലും മറ്റും ഭാവമൊക്കെ കണ്ടിട്ട് അവളെങ്ങാൻ എന്നെ കയറി പ്രേമിച്ചാ കിട്ടുന്ന 2 ലക്ഷം രൂപ എന്റെ പോക്കറ്റിലാ ഒന്ന് പേടിച്ചാ? ഇന്നയാള് മാത്രമേ അവളെ പ്രേമിക്കാവൂന്ന് മുതലാളി പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ എന്റെ ഉറ്റ സുഹൃത്തായ ശിവൻകുട്ടിയെ ഞാൻ ചതിക്കില്ല. ഓ, നേരം വൈകിയതും പോരെ അവന്റെ ഒരു ഉണക്ക ഡയലോഗും. ദേ, ആ കുട്ടി അമ്പലത്തിൽ കയറിയിട്ട് കുറച്ചു നേരമായി. അതെങ്ങനാ? നേരം വെളുത്തപ്പോ തൊട്ട് കണ്ണാടിക്ക് മുമ്പിലല്ലേ? എന്നിട്ട് നന്നായോ? പിന്നെ എന്നെ ആ കുട്ടി കാണണ്ട. എന്തെങ്കിലും സംശയം തോന്നിയാലോ? അതുകൊണ്ട് ഞാൻ ആ മതിലിന്റെ അവിടെ നിന്ന് ആളെ കാണിച്ചു നിന്നിട്ട് മാറിക്കളാം. ബാക്കിയൊക്കെ നിന്റെ കയ്യില. പിന്നെ ഞാനും കൊണ്ട് ചെല്ലട്ടെ. അവൾ ഇറങ്ങി വരുമ്പോ അവളുടെ അടുത്ത് പോയി ഇഷ്ടമാണെന്ന് വേഗം അങ്ങ് കാച്ചേക്ക്. വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. തിരിച്ച് അവൾ ഇഷ്ടമാണെന്ന് എങ്ങനെ പറഞ്ഞാൽ മുതലാളി ഇരുന്ന് കാശ് വാങ്ങിച്ച് വേഗം നമുക്ക് സ്ഥലപ്പെടാം. നല്ല ഉപദേശം. അപ്പൊ തന്നെ മറുപടി കിട്ടിക്കോളും. ഒന്ന് പരിചയപ്പെട്ട് സംസാരിക്കൊക്കെ വേണ്ടേ ഭാർഗവേട്ടാ? ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കറുത്തു വരികയാണല്ലോ ഭഗവാനെ. വല്ലപ്പോഴൊക്കെ കുളിക്കണം. അവള് വരുന്നു. നോക്കിയാണ് ശിവൻകുട്ടി, അസല് പെണ്ണ്. പ്രേമിക്കാൻ മാത്രമല്ല കല്യാണം കഴിക്കലും കൊള്ളാം. നോക്കടാ. ഞാൻ വന്നു നിന്നെ കാണാൻ. എന്താ സാർ, ആ 65 പോയിന്റ് കേസ് വരെ തെളിഞ്ഞില്ല? തെളിയിക്കണം. അതിന് നിന്റെ സഹായം ആവശ്യമുണ്ട്. എന്താടാ? അല്ല, പോലീസ് നായയുടെ സഹായം വേണമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കേസ് തെളിയിക്കാൻ പോലീസുകാർക്ക് ഒരു കള്ളന്റെ സഹായം വേണമെന്ന് കേൾക്കുന്നത് ഇത് ആദ്യമായിട്ടാ. ഗോൾഡ് ഗോപാലിനെ അറിയോ നീ? അറിയും സാർ. നിങ്ങളും എങ്ങനെയാ? ഞങ്ങൾ ഓരോ ഫീൽഡ് അല്ലേ. അയാൾ ലാർജ് സ്കീം, ഞാൻ സ്മോൾ സ്കീം. എന്താ സാർ? അവന്റെ ഭാര്യയായിട്ട് എങ്ങനെയാ? അയ്യോ സാർ, അന്യന്റെ ഭാര്യ ഒരിക്കലും ആഗ്രഹിക്കില്ല എന്ന് ഞാൻ അച്ഛന്റെ മുമ്പിൽ ഇപ്പോഴും കൂടി കുമ്പസാരിച്ചിട്ട് വന്നോളൂ. അതല്ലടാ, നിനക്ക് അവളെ പരിചയമുണ്ടോ? ഇല്ലേ സാറേ.
ഒരു കള്ളനെ ഒരിക്കലും മറ്റൊരു കള്ളന്റെ വീട്ടിലേക്ക് കയറ്റത്തില്ല. നീ പലചരക്കല്ലേ അടിച്ചു മാറ്റുന്നത്? അതിപ്പോ ഏത് ചരക്കായാലും അങ്ങനെയൊക്കെ സംഭവിച്ചു പോകും. വണ്ടി കയറ. ശ്യാമളേച്ചി, ശ്യാമളേച്ചി, ശ്യാമളേച്ചിക്ക് എന്നെ മനസ്സിലായില്ലല്ലേ? ഞാൻ ഗോപാലന്റെ അടുത്ത ഗോൾഡ് ഫ്രണ്ട് അല്ലേ? ചേട്ടൻ ഇവിടെ ഇല്ല. മനസ്സിലായി? അഴിക്കകത്തല്ലേ? ഞങ്ങള് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പൊക്കിയേ. ചേട്ടനെ വിട്ടില്ലേ? ചേട്ടനെ പുതിയ എസ് ഐക്ക് ഭയങ്കര ഇഷ്ടായി. സംശയം കൊണ്ടേ പുതിയ എസ് ഐ ആളൊരു പുലി ചേച്ചിയാ. അപ്പൊ അള്ളുമായിരിക്കും അല്ലേ? അള്ളില്ല, അങ്ങനെ രണ്ട് കൊള്ളുമ്പോ ചേട്ടത്തിന് മുള്ളും. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ പോലീസുകാർ കാണാണ്ട് ചേട്ടനോട് രഹസ്യം പറഞ്ഞു. ഞാനും വക്കീലുമായിട്ടുള്ള ബന്ധമായിരിക്കും. കുന്തം. ഇവിടെ കുറച്ച് സ്വർണ്ണ ഇരിപ്പില്ലേ? പോലീസുകാർ ചേട്ടനെ കൊണ്ട് തൊണ്ടി എടുക്കാൻ വരാൻ സാധ്യതയുണ്ട്. അതെന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഞാനത് വക്കീലിന് കൊടുത്ത് കാശാക്കി ചേച്ചിയുടെ അക്കൗണ്ടിൽ ബാങ്കിൽ ഇട്ടോളാം, ബാലൻസ് ഉണ്ടെങ്കിൽ. ചേച്ചിക്ക് വിശ്വാസമായില്ലല്ലേ? ചേട്ടനത് പറഞ്ഞു. പരിചയക്കാരാണെന്ന് പറഞ്ഞ ആര് ചെന്നാലും ചേച്ചി അത്ര പെട്ടെന്ന് അങ്ങനെ സ്വീകരിക്കില്ല എന്ന്. അതിനാണ് മുദ്രപാത്രം, അല്ല മുദ്രമോതിരം. ടിവിയിലുണ്ട്. അത് ആനവാൽ മോതിരം, സിനിമ. ഇത് ചേട്ടന്റെ മോതിരം. അതല്ല, ടിവിയുടെ അകത്ത് വെച്ചിട്ടുണ്ട്. ടിവിയുടെ അകത്ത് വെച്ചിട്ടുണ്ടോ? അപ്പൊ ഞാനത് എടുക്കണം. ഓ, സ്ക്രൂ ഡ്രൈവറോടെ ഇപ്പൊ കൊണ്ടുവരാം. പോയിട്ട് കർത്താവേ, സ്വന്തം സഹോദരനെയാണ് ഒറ്റ കൊടുക്കുന്നത്. യൂദാസിനോട് പൊറുത്തു പോലെ നീ എന്നോട് പൊറുക്കണമേ. ചേച്ചി, ആ മാലി മോതിരൊക്കെ എടുത്തു വെച്ചാ കിട്ടോ? ആമേൻ. ദൈവം പശുവിന്റെ രൂപത്തിൽ. എല്ലാം ഇല്ലെന്ന് നോക്കിയേ. എങ്ങനെയാ നന്ദി പറയണ്ടെന്ന് അറിയില്ല. ഓ, മാഷ് എന്തിനാ നന്ദി പറയുന്നേ? ഇതൊക്കെ ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ? അതെ അതെ, കക്കുക ഞെക്കുക, ഇതൊക്കെ അല്ലേ ഞങ്ങളുടെ ഫീൽഡ്. പക്ഷെ ഒന്നുണ്ട്, മാഷയുടെ മോടെ കല്യാണം മുടങ്ങരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അച്ഛാ, ഇത് നമ്മുടെ ഓർണമെന്റ്സ് അല്ല. അല്ല അച്ഛാ. അല്ലെങ്കിൽ ശരിക്കും നോക്കിയേ. ശരിക്കും നോക്കിയതാ. ഇത് ഞങ്ങളുടെ അല്ല. ശരിയാ, ഇതല്ല. നീ ഇതെവിടുന്നാണ് അടിച്ചെടുത്തത്? സാറെവിടുന്നാ ഇത് അടിച്ചെടുത്തത്? എന്റെ വീട്ടിലെ ടിവിക്കുള്ളിന്ന്. ഇതേ ചെന്നൈയിലെ ഒരു സിനിമാതരുടെ വീട്ടിൽ നിന്ന് അടിച്ചെടുത്തതാ. വിൽക്കാൻ കൂടി വന്നപ്പോഴാ ഇമിറ്റേഷൻ ആണെന്ന് അറിയുന്നത്. സ്വർണത്തിൽ സ്പെഷ്യലിസ്റ്റ് ചെയ്ത ഒരു കള്ളന്റെ വീട്ടിൽ അല്പ സ്വർണ്ണം വരുന്നില്ലെങ്കിൽ അതൊരു പരുവക്കാടല്ലേ സാറേ? സാറ് തുറച്ചു നോക്കില്ലായിരുന്നു? ഇപ്പോഴാണ് സാർ ശരിക്കും അടിച്ച് നോക്കുന്നത്. സാർ, ഗോപാൽ എന്താണ് സാർ ഇവിടെ കിടത്തണോ? ഇറക്കി വിടറോ? ഇങ്ങനെയാണ് കൈ ഇങ്ങനെ പൊക്കി. ഹലോ, വിളിച്ചു വരുത്തി അവഹേളിച്ചതിനും അപമാനിച്ചതിനും മാപ്പ്. സാറിന് പോകാം. ഇനി ഇതുപോലെ അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്. സമയം ഉണ്ടെങ്കിൽ വരാം. ഓ, ഗോൾഡ്. അതെ, ഇത്തിക്കര തങ്കൂന്റെ മോൻ ലുട്ടാപ്പിയുടെ ബർത്ത്ഡേ ആഘോഷമൊന്നും പോകുന്നില്ലേ? പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ? അവരല്ലേ ഞങ്ങളുടെയൊക്കെ ഇളമുറത്താൻ വരാൻ. ഗോൾഡ് ബൈ. അതെ, നിന്റെ ചെന്നൈയിലെ സിനിമാ നടിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഭണ്ഡാരങ്ങളൊന്നും ഇവിടെ വേണ്ട. എടുത്തോണ്ട് പോ. വേണ്ട. ഗോൾഡ് ബൈ. ആ, പണ്ട് ത്രയംബകം ഒടിച്ച് ശ്രീരാമൻ സീതയെ നേടിയതുപോലെ കറങ്ങുന്ന ചക്രത്തിലിരുന്ന പക്ഷിയുടെ കണ്ണിൽ അസ്ത്രം നെയ്ത് അർജുനൻ പാഞ്ചാലിയെ സ്വന്തമാക്കിയതുപോലെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ചാക്കോച്ചൻ സുന്ദരിക്കുട്ടിയായ വത്സമ്മയെ നേടുന്നതിനായി തെറ്റാതെ അടുപ്പിച്ച് 5 പ്രാവശ്യം ബോൾ ബാസ്കറ്റ് ചെയ്യാൻ പോവുകയാണ്. പാഞ്ചാലിയെ ഷെയർ ചെയ്യോ? അതൊക്കെ ചാക്കോച്ചന്റെ ഇഷ്ടം. ചാക്കോച്ച, ഓർമ്മയുണ്ടല്ലോ, തെറ്റിയാ മീശ പോകും. ഇവന്റെ മീശ പോകുന്നുള്ളത് ഉറപ്പാ. അല്ല, അവന്റെ അദ്ദേഹം ആദ്യ സംരംഭം വിജയിച്ച് രണ്ടാമത്തതിലേക്ക് കടന്നിരിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? എന്തോ ഇൻട്രസ്റ്റിംഗ്? എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നില്ല. ലവും മീശയും കൂടെ മിക്സ് ആക്കരുത്. മീശ പോയി. ഒരു മിനിറ്റ്. ചാക്കോച്ചന്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ചാക്കോച്ചനെ രക്ഷിക്കണമെന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അവർ തുടർച്ചയായി വെറും 4 പ്രാവശ്യം ബാസ്കറ്റ് ചെയ്താൽ മതി. ജയിച്ചാൽ ചാക്കോച്ചന്റെ മീശ പോവില്ല. തോറ്റാൽ 2 പേരുടെ
മീശ പോകുന്നതാണ്. ആരുമില്ല. സോറി ചാക്കോച്ച. ചാക്കോച്ചന്റെ ഫ്രണ്ട്സിന് അല്പം പോലും സ്നേഹമില്ല. അപ്പോ നമുക്ക് കർമ്മത്തിലേക്ക് കടക്കാം. അയ്യോ, എന്തുവാണ് ഇത്? സൗദി അറേബ്യ ബാസ്കറ്റ് എനിക്ക് മീശ കളയോത്രേ. എനിക്കിതൊന്നും കണ്ടിരിക്കാൻ വയ്യ. പടക്കൂ. ഹായ്. അല്ല മച്ചത് എന്ത് കണ്ടിട്ട് ചിരിക്കണേ? നാളെ മച്ചയ്ക്ക് അവളോട് ഇഷ്ടാന്ന് പറയുമ്പോൾ ഇത് തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ. അവളെങ്ങാനും മച്ചയോട് ബാസ്കറ്റ് ചെയ്യാൻ പറഞ്ഞ സർവ്വതും കൊളാവും. അതെന്താടാ അങ്ങനെ? അയ്യേ മച്ച മീശില്ലാതാണ് ഭയങ്കര വൃത്തിയാടാ. അയ്യോ, പടമുണ്ടാരം പോലെ കക്കൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നിനും പൈപ്പില്ല. എല്ലാ സമയത്തും ഇപ്പൊ ഇതും കൂടെ ഓടാൻ പറ്റുമോ? ഞാൻ കേരട്ടാ. എനിക്ക് ബിസി ഉണ്ട്. എടാ ഇത് ക്ലാസ് റൂം അല്ല ബാത്റൂമാ. അയ്യോ പെറ്റ തള്ള പൊറുക്കുകയല്ലേ. ഓ നിനക്ക് എന്താണോ കഴിക്കുന്നത്? എടാ അത് എന്റെ കക്കൂസാടാ. നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതോ? ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് സ്ത്രീധനം കിട്ടിയ പോലെ. അയ്യോ എന്റെ ശബരിമല മുരുക. അയ്യോ ആരെങ്കിലും ഒന്ന് ഇറങ്ങിത്താടാ. ഞാൻ സീരിയസ് ആണ്. അയ്യോ ഓ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? അയ്യോ എടാ ഞാൻ കേറട്ടാ. ഇതിന്റെ ഷോ കഴിഞ്ഞോ? ഓ ഇതിന് വെറും മുനിസിപ്പാലിറ്റി ആണ്. അയ്യോ മോർണിംഗ് സർ. കുളിയും പൊല്ലുളിയായിട്ടൊക്കെ നടന്നോ? പോയി പ്രാക്ടീസ് ചെയ്യണോ? പ്രാക്ടീസ് ചെയ്യ്. അയ്യോ കോർപ്പറേഷൻ യെസ് കക്കൂസൊക്കെ ക്ലീൻ ആയി. ഇനി കുളിമുറി ക്ലീൻ ചെയ്തോളൂ. കുളിമുറി അല്ലടാ നിന്നെ ക്ലീൻ ചെയ്യേണ്ടത്. അയ്യോ സോറി കക്കൂസ് മാറി. അല്ല ആള് മാറി. പ്രാക്ടീസ് മുടക്കരുത്. പ്രാക്ടീസ് മുടക്കരുത്. നാളെ രാവിലെ 4 മണിക്ക് നിർമാല്യം 7 മണി മുതൽ ചേരൂർ നമ്പൂതിരിയുടെ ഭാഗവത സപ്താഹ പാരായണം. പ്ലാസ്റ്റിക് കൊമ്പോ തുറന്നോടിക്കല്ലേ? കാറ്റേറിയ കഥയെ പോകും. ഇത് ഈ പുഴയും കിടന്നു ജോഡിക്ക് 12 റുപ്യ. ഇതിനെന്താ വില? അയ്യോ ഇത് ഉള്ള കള്ളിത്ത ഡസിന് 15 റുപ്യ. ഇതിനോ? ഇത് സയാമിസരട്ടാ. അതെന്താ അങ്ങനെ? 2 വളകൾ നമ്മൾ ഒട്ടിരിക്കുന്നതാണ്. അപ്പൊ ഇതിനോ? കിലോക്ക് 1250 രൂപ. കുറെ നേരം അത് വേണം ഇത് വേണം കൊതു വേണം നോക്കണേ. കഴിഞ്ഞ തവണത്തെ വിലയില്ലല്ലോ ഒന്നിനും. അതെന്താ? കഴിഞ്ഞ വർഷത്തേക്ക് പൈസ കൂടിയില്ലേ അപ്പൊ വിലയും കൂടും. കുട്ടികൾക്കുള്ള കറിയോടെ ഉണ്ടോ? ആരെ വെച്ച കരിഞ്ഞേ? ഇതിന് 15 രൂപ. ലളിച്ചോടിപ്പോ നിങ്ങൾ പൈസല്ലോ. ചില്ലിട്ട് വെച്ച സാധനത്തിന് പറയുന്നവര് കൊടുക്കും അല്ലേ? അതേ സാധനം തന്നെ ഞങ്ങളും കൊടുക്കണത്. ഉത്സവപ്പറമ്പിലായതുകൊണ്ട് 2ാം തരമൊന്നുമല്ല. എന്താ വിചാരിച്ചത്? അത് പൊട്ടിച്ചാളല്ലേ? കരിമണിമാലയാണ് ഇപ്പോഴത്തെ ഫാഷനാണ്. നല്ല 1ാം തരം. ശരി 500 റുപ്യോ? 2 ചേർത്താ? അല്ല ഒരു കടയ്ക്ക് 500. അതെങ്ങനെ? കഴിഞ്ഞല്ലോ ഇതേ സ്ഥലത്ത് 300 റുപ്യക്കരുതല്ലേ? അത് കഴിഞ്ഞല്ലോ. ഉത്സവ ചെലവൊക്കെ കൂടുതലാ. ഒരാനയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഇപ്പൊ എന്താ ചെലവ്? കച്ചവടക്കാരുടെ മുന്നിൽ എഴുന്നള്ളിക്കാണെന്നല്ലോ ആന. വേണ്ട ഇയാൾ തർക്കിക്കാനോ നിൽക്കണ്ട. ഇത് ഞങ്ങൾ കമ്മിറ്റി തീരുമാനമോ. അതെ കടയ്ക്ക് കുഴി കുത്തുമ്പോഴേ വാടക തീരുമാനിക്കണം. അല്ലാതെ തോന്നുമ്പോ തീരുമാനിച്ചാലേ തരാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ വിറ്റിട്ട് എന്ത് ലാഭം കിട്ടിയിട്ട് നിങ്ങൾ ഈ വാടക കൂട്ടണേ? ഭൂമിക്ക് വില കൂട്ടണ പോലെ വാടക കൂട്ടിയല്ലേ ഞങ്ങൾ അമ്പലനടയ്ക്ക് ഇത് തെണ്ടേണ്ടി വരും. 100 റുപ്യ കുറയ്ക്കാം. 400 എടുക്ക്. നിങ്ങൾ സ്ഥിരമായിട്ട് വരുന്നവരായോണ്ടാ. അങ്ങനെ കൂട്ടിയിട്ട് കുറയ്ക്കൊന്നും വേണ്ട. കഴിഞ്ഞ വർഷത്തെ വാടകയെന്ന് 50 രൂപ കൂട്ടി തരാം. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പൊളിച്ചോണ്ട് പോയിക്കോളാം. പൊളിക്കൂലി പ്രത്യേകം തരേണ്ടി വരും. നിങ്ങളൊരാൾ കാരണം വാടക കൂട്ടാൻ പറ്റാത്ത. ചോദിക്കാനും പറയാനും ഒരാളെങ്കിലും വേണ്ടേ? ഇല്ല നിങ്ങളെപ്പോലുള്ള ഒരു ബാഡ്ജും കുത്തി വന്ന് ഞങ്ങളെ കൊള്ളയടിക്കില്ലേ? വെച്ചേക്ക്. കുറച്ച് കഴിയുമ്പോൾ കമ്മിറ്റി ഓഫീസിലേക്ക് വരാം. ശരി വാ. ഞങ്ങള് കച്ചവടക്കാരുള്ളതാണ്ടോ ഉത്സവ പറമ്പിൽ പെമ്പിളര് കൂടണ. അതിന് കാശ് ഇങ്ങോട്ട് വരണം. ഇതോ ഇത് 15. അല്ലേ ഇത് ആരൊക്കെയാ? ഇന്ന് എന്താ ഇത്ര രാവിലെ? അതോ ഇന്ന് ഇവിടെ തന്നെയാണോ കയറ്റം? കൊല്ലക്കുടി തന്നെ വേണോ സൂചി വിൽപ്പന? അതെ ചേട്ടനെ പൊക്കി. വിത്ത് തോണ്ടിയോ വിത്തൗട്ട് തോണ്ടിയോ? അച്ഛമ്മയ്ക്കിപ്പോഴും വിത്തൗട്ടിലാ പോകുന്നത്. അതെ ഏത് കേസിലാ പൊക്കിയെന്നറിഞ്ഞാലല്ലേ തൊണ്ടിയുടെ പ്രശ്നം ഉദിക്കുന്നുള്ളൂ. ഏത് ആഘോഷം വന്നാലും കോഴിക്ക് കിടക്കാൻ മേലാന്ന് പറഞ്ഞ പോലെ നാട്ടിലെവിടെ മോഷണം നടന്നാലും കള്ളന് കിടക്കപ്പുറതിയിലെന്ന് വന്നാൽ എന്ത് ചെയ്യുമെന്ന് പറ. തങ്കി അംഗത്തിന് പുറപ്പെടാൻ വരട്ടെ.
ആട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയായിരുന്നു പണി? ഓ, രൂപയുടെ മൂല്യം കുറഞ്ഞേ പിന്നെ പണിയൊക്കെ വളരെ കുറവാ. വലിയ വലിയ വീടുകളിലൊക്കെ ഇപ്പൊ ഫോറിൻ പൂട്ടുകളല്ലയോ പിടിപ്പിക്കുന്നേ. അത് തുറക്കാൻ ഭയങ്കര പാടാ. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കണമെന്ന് അന്ന് ഗാന്ധിജി പറഞ്ഞപ്പോ ആരെങ്കിലും ചെവിക്കൊണ്ടോ? ഇപ്പൊ അനുഭവിക്കേ. ഇത് അപ്പടെ ചെതിലെന്നല്ലോ വക്കീലേ. നീ വലിയ വലിയ കാര്യങ്ങൾ ആലോചിച്ച് അരത്തല പുണ്ണാക്കാതെ ഇത് അവിടെ ഇരുന്നോട്ടെ. ഇതെന്തിനാ കഴുത്തി കെട്ടി തൂക്കിയിട്ടേക്കണേ? കഴുത്തി കെട്ടി തൂക്കിയില്ലെങ്കിലേ അത് താഴെ വീണ് പോത്തില്ലേ? സംശയം തീർന്നു. ഇവൻ തങ്കൂന്റെ മോൻ തന്നെ. അമ്മച്ചി, ഇനി ഇവിടെ നിന്നാ ശരിയാകത്തില്ല. നമുക്ക് ജാമ്യം എടുത്തിട്ട് പോവാം. ജാമ്യം? വക്കീലേ, 3-4 മുൻകൂർ ജാമ്യം വേണം. മുൻകൂർ ജാമ്യോ? അതൊക്കെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന കള്ളന്മാർക്കല്ലേ കിട്ടൂ. തന്നെയുമല്ല, ഈ പീഡന കേസൊക്കെ വന്നേ പിന്നെ മുൻകൂർ ജാമ്യത്തിനൊക്കെ വലിയ പിടിച്ചു പറയാ. വക്കീലേ, വകുപ്പറിയത്തില്ലെങ്കിൽ അത് പറ. അതെ, വക്കീലിന് ബോധം കിടത്തില്ല മോനെ. അതെന്താ? ബോധം ഉണ്ടെങ്കിലല്ലേ എന്നെ വകുപ്പ് പഠിപ്പിക്കാൻ നീ ആരാടാ? നീ ഞരമ്പേ കളിക്കുമ്പോഴേ ഞാൻ പരമ്പേ കളിക്കുവാ. കണ്ടാ ലൂക്കോച്ച, ക്ഷമിക്ക, അവൻ കൊച്ചല്ലേ. വിവരം വരാൻ ഇനിയും 2-3 വർഷം എടുക്കും. അതിനുള്ള വളം ഞാൻ ഇടുന്നുണ്ട്. അതിലും ഭേദം ടിക്-20യാ. അതും പരീക്ഷിക്കാം. എനിക്ക് പ്രതീക്ഷയില്ല. കതിരെ വളം വെച്ചിട്ട് എന്താ പ്രയോജനം? തർക്കിക്കാൻ സമയമില്ല ലൂക്കോച്ച. എനിക്ക് മുൻകൂർ ജാമ്യം വേണം. മുൻകൂർ ജാമ്യം കിട്ടത്തില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലെന്ന്. എന്റെ ചേട്ടനെ അവർ അണ്ടർവെയറിന്റെ വള്ളിയെ കിട്ടി തൂക്കും. തർക്കിക്കാൻ 2-3 മുൻകൂർ ജാമ്യം എടുക്കണോക്കില്ലേ? തങ്കി വിഷമിക്കണ്ട. SI ജയശങ്കറിനെ വിളിച്ച് ഞാൻ ചോദിക്കാം എന്താ തങ്കൂനെതിരെയുള്ള ചാർജ് എന്ന്. എന്താണ് ചാർജ് എന്ന് നിനക്ക് അറിയണോടാ? കുറ്ററിഞ്ഞിട്ട് ഇടി കൊള്ളതല്ല അതിന്റെ ഒരു സുഖം. അല്ലാതെ LP സ്കൂളിലെ കുട്ടികളെ തല്ലണ മാതിരി. വിരോമതേ സർ, ഈ സ്റ്റേഷൻ അതിർത്തിയിൽ ഇത്രയും കള്ളന്മാരെ ഉള്ളോ? ഇനി ഗോൾഡ് ഗോപാലുണ്ട് സാർ. അവൻ ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട് മദ്രാസിൽ പോയിരിക്കുക. അടപടലേന്ന് അടിച്ചു മാറ്റുന്നവരും വേറെ ഉണ്ട് സാർ. നീ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. പക്ഷേ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പില്ല. ബസ്സിൽ വെച്ച് ബാഗിന്റെ അടിവയറ്റിൽ സിസേറിയൻ നടത്തി 65 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ അടിച്ചു മാറ്റം നീയല്ലടാ. 65 പവനോ? സ്വർണത്തിന് വില കുറഞ്ഞ ശേഷം ഞാൻ ആ വൃത്തികെട്ട സാധനം കൈ കൊണ്ട് വിട്ടിട്ടില്ല. പിന്നെ കള്ളനാണെങ്കിലും സാറിന് ഇല്ലാത്ത ഒന്ന് എനിക്കുണ്ട്. എന്താടാ? അഭിമാനം. സത്യം പറയണം. സത്യം പറഞ്ഞ നിന്റെ അടിപാറ ഞാൻ കൂട്ടും. മടിയിൽ കനവില്ലാത്ത ഒരു വഴി ഭയമെന്തിനാ സാറേ? നിനക്കൊണ്ടടാ ചണ്ടി അഭിമാനം. ചണ്ടിയല്ലേ സാർ, ചാണ്ടി. ഇനീഷ്യലില്ല. ഓ, നീ നിന്റെ തന്തയെ മോഷിച്ചു വിറ്റോ? ദൈവാനുഗ്രഹം അങ്ങനെ ഒരു സാധനം എനിക്കില്ലേ സാറേ. അതെന്താ? അപ്പൻ ആരാണെന്ന് അമ്മോട് ചോദിച്ചാ അമ്മയ്ക്ക് പോലൊരു നിശ്ചയില്ല. ചോദിച്ചാ പറയും കർത്താവാണെന്ന്. ആര് വിശ്വാസത്തിലെ ഞാനും. പുന്നാര മോനെ, സത്യം വേണം. അന്നാന്നത്തേക്കുള്ളത് മാത്രം ഓട്ടിക്കുന്ന ഒരു പാവം അത്തപ്പാടി കള്ളനെ സാറേ ഞാൻ. സ്വർണം സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് സാറിന്റെ വിലപ്പെട്ട ടൈം വേസ്റ്റ് ആക്കുന്ന ഒരു അപേക്ഷയുണ്ട്. ഡോ, ഇവന്മാരെല്ലാം ലോക്കപ്പ് ചെയ്യാം. സത്യം തെളിയിക്കാമോ ഞാൻ നോക്കട്ടെ. മോനെ, ഇതാണ് പങ്കായക്കണി കേട്ടാ. ഈ പങ്കായക്കണി കടന്ന് ഒരാലിഭാവക്കും ആ മുറിയിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റില്ല. അവൻ ഈ ഇടനായിലൂടെ നടന്ന് വാതിക്കലെത്തിയ നീ അവിടെ ഇരുന്ന് അച്ഛന് സിഗ്നൽ തരണം. അച്ഛൻ ദൂരെ ഇരുന്നിട്ട് പങ്കായക്കണി വലിച്ചു. അപ്പൊ ഇത് വന്ന തലയിൽ ഒരൊറ്റലേ. അതോടുകൂടി അവന്റെ അച്ഛനാകാനുള്ള ചിന്ത ഉണ്ടല്ലോ, അത് ഈ അച്ഛൻ മാറ്റി കൊടുക്കും. ഹരിചന്ദ്രനോട് രമേശ് നമ്പേരാകാൻ പറഞ്ഞിട്ട് അവനെന്തിനീ ആലിബാബയുടെ വേഷം കെട്ടി ഇവിടെ നിൽക്കുന്നത്? പ്ലാനിങ് മോശമായാൽ പദ്ധതി കംപ്ലീറ്റ് ചീറ്റും. 10 കാശ് കയ്യിലും കിട്ടില്ല. എന്റെ പെട്ടി മോഷ്ടിച്ചത് ഇവനാണോ എന്ന് എനിക്കൊരു സംശയം. എങ്ങനെയാണെന്ന് മനസ്സിലാക്ക. ഇവനെ പിന്തുടരാം. ഇവന്റെ മുറി പരിശോധിച്ചാൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാണ്ടിരിക്കില്ല. ഇവനിത് എവിടെ പോയി കിടക്കുന്നു? നീ ബാത്റൂമിലും കാണും. എടാ ഹരിചന്ദ്ര ചെറ്റേ, നിന്നോട് ഇവിടെ രമേശ് നമ്പേരായി കയറി പറ്റി എങ്ങനെയെങ്കിലും സ്വത്തും പെണ്ണിനെ അടിച്ചു മാറ്റണമെന്ന് പറഞ്ഞ് കട്ടുകൊണ്ട് വന്ന പെട്ടിയിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ എടുത്ത് തന്നവനാണ് ഞാൻ.
തീഹാർ ജയിലിൽ 6 മാസം കഴിഞ്ഞതിന്റെ ബുദ്ധി പോലും നിനക്കില്ലല്ലോടാ മണ്ട. അല്ല നീ എങ്ങനെ ആലിബാബയെ മാറിയത്? പറയടാ പറയടാ. ആളറിയാതിരിക്കാൻ ഇതുപകരിക്കും. ഇത് വെച്ചാ മണിവർണ്ണനാണെന്നേ തോന്നുന്നു. ഉണരൂ വേഗം നീ സുമറാണി വരുന്നു നായകൻ. ഇത്ര അടി കൊണ്ടിട്ടാൻ പോയില്ലേ? നിങ്ങൾ അച്ഛനും മോനും എന്താ ഈ മുറിയില്? നിന്നെ കാത്തിരുന്ന ഹരിചന്ദ്രൻ, തീഹാർ ജയിലിൽ നിന്നിറങ്ങിയ പെരുങ്കള്ളൻ, ഒപ്പം തന്തയായ വേഷം മാറിയ മറ്റൊരു കള്ളൻ. എല്ലാം എനിക്ക് മനസ്സിലായി. നിന്റെ എല്ലാ കള്ളങ്ങളും സൂര്യ അറിയണം. ഞാൻ വെച്ച് അവന്റെ തീഹാർ ടീ എസ്റ്റേറ്റ് അടി കൊണ്ടിട്ട് ഇവൻ പിന്മാറുന്നില്ലേ? അമ്പടാ ഇത്ര അടി കൊണ്ടിട്ട് ഇവന് നാണില്ലല്ലോ. അതൊന്ന് മുറി കയറുന്ന വാശിയാണ്. എന്നാലും പിടിച്ചടാ. അയ്യോ പാവം, കൊതുക് കടിക്കണ്ട. അയ്യോ അയ്യോ കള്ളൻ കള്ളൻ അയ്യോ അയ്യോ ഓടി വരണേ കള്ളൻ. ഡാഡി ടിവിയിലായിരിക്കും. ടി വി ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങണത് എന്തത്? ആയി ഇതെന്താ ഇത്? വിസലല്ലേ ഇത്? കറക്റ്റ് സീന്. എന്നാ പിടിച്ചോ. ഞാൻ കണ്ടതാ, ഒരു കറുത്ത ഡ്രസ്സിട്ട കള്ളനാ എന്റെ ബെഡ്റൂമിൽ വന്നത്. ബെഡ്റൂമിൽ വന്ന കള്ളൻ എന്ത് ചെയ്തു? ഷാക്കിയോ തന്നെയൊക്കെ എന്തിനാണോ കാണാനായിട്ട് നിർത്തിയിരിക്കുന്നത്? പോയി കള്ളനെ പിടിക്കണോ? പോയി പിടിക്കാൻ. എല്ലാരും കിടന്നു തുടങ്ങിയേ. ഓളകത്തേക്ക് പോയിക്കോ. അതേക്കല്ലേ മനുഷ്യന് ഉറങ്ങാൻ. ഇത് സൂര്യയോ? അതെ. അപ്പൊ അത് ഇത് ചന്ദ്രിക. അപ്പൊ ഇത് സൂര്യ. അപ്പൊ അത് എടോ വെറുതെ ഞെട്ടണ്ട. ഫ്രോഡായിട്ട് നടന്നാ പോരാ, പണി പഠിക്കണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സൂര്യ ചന്ദ്രിക. കൺഫ്യൂഷൻ. ചന്ദ്രികെങ്കിൽ ചന്ദ്രിക. ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അയ്യോ തലയിൽ എന്ത് പറ്റി? मैं आने के रस्ते पर गिर गया. ഇപ്പൊ മർ ഗയ ആകേണ്ടതായിരുന്നു. കുച്ചനായി കുച്ചനായി തറയിലൊന്ന് വീണു, തലയൊന്ന് പൊട്ടി, അത്രയേ ഉള്ളൂ. തറയിൽ വീണെന്ന്. പങ്കായം പങ്കായം. ഓക്കെ, എനിക്ക് ഡോക്ടറെ കാണണം. കൊച്ചിനെ സ്ട്രോങ് തലയാ, അല്ലെങ്കിൽ പൊളിഞ്ഞേ. ഭയങ്കര. ഇവനും എന്റെ മോളെ എന്തുപറ്റി? കഥകിലും തട്ടി. വേദനയുണ്ടോ? ഏയ്, വേദന മുഴുവൻ പെണ്ണിന്റെ തന്തയ്ക്ക. ഇവിടെയും തല പൊട്ടിയിട്ടുണ്ടല്ലോ. എന്തത്? അത് ഇന്നലെ എന്താന്നറിയില്ല, ഒരു കുരു വന്നതാ, ഇന്ന് രാവിലെ പൊട്ടി. കിഴവനും എന്റെ മോളെ. മോനെ ഇത് കഥകിലും തട്ടി. അല്ല, ഡോക്ടറെ കാണിച്ചോ? കാണിച്ചു. ഇവിടെ അടുത്തുള്ളൊരു ഡോക്ടറെ കാണിച്ചു. ഞാൻ ഞാൻ ഇവിടെ തന്നെയാണല്ലോ സ്ഥിരം താമസിക്കണത്. അപ്പൊ ദിവസം പോയി ഡ്രസ് ചെയ്യാലോ. അത് പറഞ്ഞു വന്നപ്പോഴാ ഓർമ്മ വന്നത്. അങ്കിൾ, പപ്പാക്ക് ഇവിടെ താമസിക്കാൻ ഒരു ബുദ്ധിമുട്ട്.
ഈ കല്യാണത്തിന് മുമ്പ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താ തുറന്നു പറഞ്ഞാൽ എന്താ അന്യനൊന്നും അല്ലല്ലോ. പപ്പ വലിയ അഭിമാനിയാ. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ ഹോട്ടലിൽ ഒരു റൂം. സാധിക്കരുത്. എന്റെ മോള് സൂര്യനെ പിരിയുടെ കാര്യം ഓർക്കുമ്പോഴായിരിക്കും ദുഃഖം. ആ കാര്യം ഓർത്തിട്ടാ എനിക്കും ദുഃഖം. മോനെ പപ്പ അത് നിങ്ങൾ തമ്മിൽ തർക്കിക്കണ്ട, അതിനുള്ള മാർഗം ഞാൻ കണ്ടിട്ടുണ്ട്. രാം സിംഗ് മോനെ ആ കൂർക്കയുടെ തലയിലോട്ട് കെട്ടി. എടോ, താൻ ഈ സാറിനെ നമ്മുടെ ഹോട്ടലിൽ കൊണ്ടുപോയാക്കണം. എന്റെ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ മതി. ജി സാബ്, ഒരു MBA കാരന്റെ ഗതികേട്. എന്റെ ഈശ്വരാ, എന്റെ മോളെ ക്യാരക്ടർ ഇത്ര മോശമായി പോയോ? പെണ്ണ് പേരറിഞ്ഞു ഉടനെ പിടിച്ച് കെട്ടിക്കണം. എന്തു പറ്റിയിടോ നായരെ? അല്ല, അതെ ഒന്ന് ഓർത്ത് അച്ഛൻ ഓർത്ത കാര്യം ആരോർത്താലും കരഞ്ഞു പോകും. ഒന്ന് കുറിച്ചോട്ടെ. എഴുതിയില്ലേ? ഇല്ല, അമ്മയുടെ ഒരു കുറിപ്പ്. എന്റെ ഒരു ഗതികേട്. AC റൂമിലിരുന്ന് വെറുതെ ഫയൽ ഒപ്പിട്ട് 10,000 ചില്ലുവാനും രൂപ സാലറി വാങ്ങേണ്ടവനാ ഞാൻ. മൂർക്കൊക്കെ എവിടെ നിന്നാടോ 10,000 രൂപ ശമ്പളം? ഞാനൊരു സത്യം പറയാം, പുറത്ത് പറഞ്ഞാൽ ഈ ഉള്ള പണിയും കൂടെ പോവും. ഞാനൊരു MBA കാരനാണ് സാർ. MBA കാരനോ? തന്റെ പേരെന്താ? രമേശ് നമ്പ്യാർ. എന്റെ സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ പെട്ടി ഏതോ ഒരു തെണ്ടി പട്ടി കശ്മലൻ മോഷ്ടിച്ചോണ്ട് പോയി. സാറിന്റെ ഈ മീശയും താടിയും ഒക്കെ വടിച്ചു കളഞ്ഞാൽ അതുപോലെ ഇരിക്കും ആ കള്ളൻ. ഇനി ഈ നരച്ച താടി മീശ മാറ്റണ പ്രശ്നമില്ല. സാറെന്താ ആലോചിക്കുന്നേ? അല്ല, തന്റെ ഒരു ഗതികേട് ഓർത്തിട്ട്. वो देखो, पकड़ो उसे, पकड़ो। अयो, हमारी नींद बोली उठो। पकड़ो, कौन सा पुलिस? कौन सा पुलिस? देखो, मार दो उसको। अयो, पलट दे। अयो, ये मेरा गुर्गा है। छोड़ दीजिए। ये माफ कीजिए। ये तुम्हारा गुर्गा है? चलो। എന്തിനാണോ താനീ വലിയ കടാരം തൂക്കിട്ടോണ്ട് നടക്കണത്? എടുത്ത് വിചാരില്ലേ? എന്റെ പൊന്ന് സാറേ, ഞാനൊരു പാവ. വെട്ടും കുത്തും നടത്തി യാതൊരു പരിചയം. അവനെന്തിനാ തന്നെ തല്ലിയത്? അത് തിരി കാശിന്റെ കഥയാ. സാറിന് പണത്തിനോട് ഒത്തിരി ആർത്തിയില്ലെങ്കിൽ ഞാൻ പറയാം. ഇവിടെ വെച്ച് വേണ്ട. സാറേ, കാലമാടന്മാര് കുഴൽപ്പണക്കാരാ. ആലിബാബ എന്ന് പേരുള്ള ഏതോ ഒരു ഹിന്ദിക്കാരനെ തിരക്കി എത്തിയവരാ. ആലിബാബയോ? അതെ, അവർക്ക് അയാളെ കണ്ടാൽ അറിയില്ല, കയ്യിലൊരു ഫോട്ടോ പോലും ഇല്ല. ആളെ നേരിട്ട് കണ്ട് 10 ലക്ഷം രൂപ ഏൽപ്പിക്കാനാണ് അവര് വന്നത്. അപ്പൊ ആ 10 ലക്ഷം കിട്ടുന്ന കരുതിയാണ് ആ ഹരിചന്ദ്രൻ ആലിബാബയായി വേഷം കെട്ടി അവിടെ ഇരിക്കണത്. സാർ, സാർ എന്താ സാർ 10 ലക്ഷം കേട്ടപ്പോ ശ്വാസം പോയോ? ഒന്നുമില്ല. എന്നിട്ട് ആളെ അവര് കണ്ടിട്ടില്ല എന്ന് മനസ്സിലായപ്പോ ഞാൻ വെറുതെ ഒരു രസത്തിന് ആലിബാബയായിട്ട് വേഷം മാറി അവിടെ ചെന്നു. അവരെടുത്തിട്ട് പെരിക്കുകയും ചെയ്തു. എന്തിനാ പെരിക്കിയത്? ആ വെന്തിരാളന്മാർക്ക് ആലിബാബയെ തിരിച്ചറിയാനുള്ള ഒരു കോഡ് ഉണ്ടായിരുന്നു. അതെനിക്ക് അറിയില്ലായിരുന്നു. അടി കിട്ടിയതോടെ ഞാനത് പഠിച്ചു. എന്ത് കോഡ്? അവരുടെ മുമ്പിൽ ചെല്ലുമ്പോ തും കോൻ ഹേയ് എന്നവര് ചോദിക്കും. മേ ആലിബാബ ഹും എന്ന് മറുപടി പറയണം. അപ്പൊ അവര് ചെവുക്കുറ്റി നോക്കി ഒരെണ്ണം തരും. സാറ് കാര്യമായിട്ട് എടുക്കരുത്, തിരിച്ച് 2 എണ്ണം അങ്ങോട്ടും കൊടുക്കണം. അതോടെ കോഡ് തീരും. പിന്നെ എല്ലാം സാറിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. നേരം ആയാലോടാ നിന്റെ ഒരുമാതിരി ആലോചന ശൃംഗാരം തുടങ്ങിയിട്ട്. നിന്റെ രാവണ വേഷം അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ശരി തന്നെ. അതുകൊണ്ടാണല്ലോ കൺഗ്രാജുലേറ്റ് ചെയ്തത്. എന്ന് കരുതി അവൾ വീണിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളാം. ഇതാണ് അസൂയ. അവൾക്ക് എന്നോട് ഇഷ്ടമാണെന്ന് ഞാൻ തെളിയിച്ചാൽ നീ എനിക്ക് എന്ത് തരും? നീ ഇങ്ങനെ കൂടെ കൂടെ എന്ത് തരും എന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ എടുത്ത് വെച്ച് തരും? എന്റെ അമ്മായിയപ്പന്റെ വക ഒരു നാഷണൽ ഹൈവേ കിടപ്പുണ്ട്, അത് നിനക്ക് എഴുതി തരാം. നീ അതാർക്ക് എഴുതി കൊടുക്കല്ലേ? കുറച്ചു കാലം കഴിഞ്ഞ് നീ വഴിയാധാരം ആവുമ്പോ നടക്കാനൊരു റോഡെങ്കിലും വേണ്ടേ? അത് രാവിലെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് ചെന്നാ നിനക്ക് റോൾ ഒപ്പിച്ചേരാന്ന് ജാഫർ ഷെരീഫ് പറഞ്ഞിട്ടില്ലേ? അധികം കോമഡി അടിച്ച് ക്ഷീണിക്കാതെ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ ചേട്ടന് വേണ്ടി എത്ര നാളെ കാത്തിരിക്കുന്നു. ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം, ചേട്ടനില്ലാത്ത ഒരു ജീവിതം എനിക്കില്ല. ലീല എന്തിനാ ഇങ്ങനെ സെന്റിമെന്റിലാവുന്നു? എന്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. അത് നീയാണ്, നീ മാത്രം. ഫാന്റാസ്റ്റിക്. താങ്ക് യു സർ.
എന്തു പറ്റി? എന്താ കാണിച്ചത്? സോറി, ഞാനൊരു കിനാവ് കണ്ടതാ. എന്നെ ചവിട്ടി താഴ്ത്തിട്ടാ കിനാവ് കാണുന്നത്. സോറി. ഉറങ്ങടാ. ഉറങ്ങടാ. നമ്മുടെ നേതാവെത്തി. ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രൈം മിനിസ്റ്ററെ കണ്ട റബ്ബറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. മിനിസ്റ്ററിനെ ശരിയാക്കാന്ന് പറഞ്ഞു. വന്നേ, ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മുടെ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ഇതല്ലേ നേതാവിന്റെ വണ്ടി? തുറക്ക് ഈ പെട്ടി അകത്തോട്ട് വെക്കണം. ഇത് വയ്ക്കുന്നില്ലേ? ഇത് നേതാവ് കയ്യിൽ തന്നെ വെച്ചോളാന്നാ പറഞ്ഞത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഖദർ തൊട്ട് ഞാൻ സത്യം ചെയ്യുകയാണ്. ഇനി ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാതെ നമുക്ക് വിശ്രമമില്ല. നമസ്കാരം സാർ. ആ പെട്ടിയൊക്കെ എടുത്ത് വെച്ചോളൂ. വെച്ചു സാർ. ആ പൗഡർ എന്തി? സാറിന്റെ ബ്രീഫ് കേസ് അങ്ങോട്ട് വന്നു. താനൊന്ന് പോയി നോക്കിയേ, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിന്ന് പറ. ശരി സാർ. എന്താ അകത്തേക്ക് ചെല്ലു, എല്ലാ മംഗളമാവും. വഴി തരൂ കുഞ്ഞേ, വഴി തരൂ. അതെ, ഈ തിരുമല പള്ളിയിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല.